പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിവിശുദ്ധമായ നാമത്തിൽ ഇന്ന് രാത്രിയിൽ JC-NDSD-യുടെ ഈ ലൈവ് പ്രോഗ്രാമിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നിസ്തുല്യമായ സ്നേഹവന്ദനത്തെ ഞങ്ങൾ അറിയിക്കുന്നു. ചില സാങ്കേതികവും മറ്റ് പ്രശ്നങ്ങളുടെയും ഭാഗമായി കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ ഞങ്ങൾ ലൈവ് തുടർമാനമായി നടത്തി വന്നിരുന്ന ലൈവ് പ്രോഗ്രാമുകൾക്ക് താൽക്കാലിക വിരാമം കുറിക്കേണ്ടി വന്നു എന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. ഇന്ന് വീണ്ടും ഞങ്ങളത് പുനരാരംഭിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്ന വിഷയം, സമീപകാലത്തായി നിങ്ങളെല്ലാവരും I2I ചാനലിലെ സുനിൽ IPC സഭയിൽ 42 വർഷം സേവനം ചെയ്ത ഒരു പാസ്റ്റർ KV തോമസ് താൻ എന്തുകൊണ്ട് പെന്തക്കോസ്ത് വിട്ടു, അല്ലെങ്കിൽ IPC സഭയ്ക്കുള്ളിലും പെന്തക്കോസ്തിലുമുള്ള ജീർണത എത്രമാത്രം ആഴത്തിലുള്ളതാണ് എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് സുനിലുമായി പങ്കുവച്ച 4 വീഡിയോകളിൽ ചിലതെങ്കിലും നിങ്ങൾ ദൃഷ്ടിയിൽപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ കരുതുകയാണ്. അപ്പം അദ്ദേഹം മുമ്പ് 42 വർഷം ഉണ്ടായിരുന്ന എപ്പിസ്കോപ്പൽ സഭയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ, സമീപകാലത്ത് പെന്തക്കോസ്റ്റൽ സഭയിൽ നിന്നും പല കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ നിന്നിരുന്ന മാതൃസഭകളിലേക്കും മറ്റുള്ള പ്രസ്ഥാനങ്ങളിലേക്കും പുതിയ ന്യൂ ജനറേഷൻ സഭകൾ സ്ഥാപിച്ചുകൊണ്ടും പെന്തക്കോസ്റ്റലിൽ നിന്ന് പോയ ആളുകൾ ഏതാണ്ട് ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. എന്താണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്? പെന്തക്കോസ്ത് സംഘടനയ്ക്ക് അല്ലെങ്കിൽ പെന്തക്കോസ്ത് മതത്തിന് എന്ത് സംഭവിച്ചു? AD 1-ാം നൂറ്റാണ്ടിൽ യെരുസലേമിൽ മർക്കോസിന്റെ മാളികമുറിയിൽ ആരംഭിക്കപ്പെട്ട യഥാർത്ഥ പെന്തക്കോസ്റ്റൽ അനുഭവമുള്ള ക്രിസ്ത്യാനിറ്റിയും ഇന്ന് നമ്മൾ പെന്തക്കോസ്ത് എന്ന് പേരിട്ട് വിളിക്കുന്നതുമായ സഭകൾ തമ്മിൽ എത്രമാത്രം ദൂരമുണ്ട്, അല്ലെങ്കിൽ യഥാർത്ഥ ക്രിസ്തു സഭയും പെന്തക്കോസ്റ്റൽ സഭയുമായിട്ടുള്ള ബന്ധം എത്രമാത്രം ഉണ്ട്, അത് ശരിയായ തലത്തിൽ നമ്മളൊന്ന് വിശകലനം ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഇങ്ങനൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ ഈ മീറ്റിംഗിൽ കടന്നു വരുമ്പോൾ ഇന്ന് ഈ വിഷയത്തെ സംസാരിക്കേണ്ടതിന്, ഈ വിഷയത്തെ ആസ്പദമാക്കി KV തോമസ് ഉന്നയിച്ച ആശയങ്ങൾ എത്രമാത്രം പ്രസക്തമാണ്, ഇന്ന് നമ്മിൽ ചിലരെങ്കിലും പോയിക്കൊണ്ടിരിക്കുന്ന സഭകളിൽ നിങ്ങൾ തൃപ്തരാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ആ പ്രസ്ഥാനത്തിൽ തുടരുന്നു? നിങ്ങൾ പലരുടെയും അനുഭവത്തിൽ അവർ ആ പ്രസ്ഥാനത്തിൽ നിന്ന് അവർക്ക് ഒരു തൃപ്തിയുമില്ല, പക്ഷേ പല കാരണങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ പിതാക്കന്മാർ പോയിരുന്ന പള്ളി എന്നുള്ള പേരിൽ, അല്ലെങ്കിൽ കുട്ടികളുടെ വിവാഹം, അതുപോലെ മരണാനന്തരമുള്ള ശുശ്രൂഷകൾ, അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇതിനുവേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്ന ധാരാളം ആളുകളെ എനിക്ക് ഈ കാലഘട്ടങ്ങളിൽ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നോടൊപ്പം ഇന്ന് പാനലിലുള്ളത് കർത്താവിൽ പ്രിയ ദേവദാസൻ പാസ്റ്റർ ജോയ്ക്ക് ജോസഫ് കൊച്ചിയിൽ നിന്നുണ്ട്. അതുപോലെ കൊച്ചിയിൽ നിന്ന് തന്നെ ബ്രദർ വിൽസൺ ബെഞ്ചമിൻ ഉണ്ട്. കൊട്ടാരക്കരയിൽ നിന്നും പാസ്റ്റർ ബേബി M അവറുകളുണ്ട്. അപ്പം ഇറാഖിൽ നിന്നും ഞങ്ങളുടെ പ്രിയ സഹോദരൻ ഈ വർഗീസ് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കോട്ടയത്ത് നിന്നും ബ്രദർ ജോസ് വർഗീസാണ് നിങ്ങളുമായി ഇന്ന് ഈ വിഷയം ഇൻട്രൊഡക്ഷന് ഒരു അവസരം ഒരുക്കി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഇത് ഏതെങ്കിലും വീഡിയോ നമുക്ക് പ്രസന്റ് ചെയ്തിട്ട് കാണിക്കാനുണ്ടെങ്കിൽ വീഡിയോ നമുക്ക് പ്ലേ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് വിഷയത്തിലേക്ക് നേരിട്ട് കടന്നു വരാം. ഞാൻ എൻ്റെ പാനലിസ്റ്റുകളുടെ മുമ്പിൽ ഞാൻ ആ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഒരു അഭിപ്രായം തേടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതായിട്ട് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്തേക്കാം. നമുക്ക് I2I നമ്മള് യൂട്യൂബിൽ കണ്ട വീഡിയോ വേണമെങ്കിൽ ഒന്ന് പ്ലേ ചെയ്തേക്കാം. ശരി ശരി, ഓക്കെ.
ഇല്ലേ? എന്ത് രക്ഷ? ആരുടെ രക്ഷ? ബന്ധക്കോസിലേക്ക് ആത്മരക്ഷ പ്രാപിച്ചെന്ന് പറഞ്ഞാൽ എന്ന് അവന്മാര് പറയുന്നതല്ലേ? എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാ നമ്മൾ വരുന്നത്. ഒരു രക്ഷയെ നമ്മൾ പ്രാപിച്ചിട്ടില്ലാന്ന് ഇപ്പം വച്ചാൻ തന്നെ സാക്ഷ്യപ്പെടുത്തും എന്നോട്. അങ്ങനെ ഇതിലേക്ക് വന്ന് ഞാൻ അപ്പൊ ഇത് ഈ കത്തോലിക്കയിൽ സെമിനാരി പഠിച്ചു. പിൻകാലത്ത് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. സുവിശേഷ വേല ചെയ്തപ്പോ പിന്നെ ഇതിലും പോയി IPCയിൽ ഞാൻ ചെന്ന് സെമിനാരി പഠിച്ച സുവിശേഷ വേലയൊക്കെ ചെയ്തു. യവന്മാര് നമ്മൾ 10-50 പേര് കൂട്ടി ഒരു ആരാധനയൊക്കെ ഒരുക്കി കൊണ്ടുവരുമ്പോ അവന്മാർ അവരുടെ ആൾക്കാരെ അവിടെ കൊണ്ടുവന്ന് വേണ്ട എല്ലാ കള്ള പരിപാടികളും പറഞ്ഞ് ചിലത്തി നമ്മളെ പറഞ്ഞു വിട്ടിട്ട് അവരുടെ ആളിനെ കയറ്റും. ഇതാണ്. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും ഈ IPCയുടെ ഇതിൽ തന്നെ എഴുതിയിട്ടിട്ടുണ്ട്. എന്റെ കൂടെ പഠിച്ചവരും കൂടെ ഈ സുവിശേഷ വേലയിൽ നിന്ന പല മാപ്ലൈൻസുകളുണ്ട്. അവരൊക്കെ പറയും നമുക്ക് എഴുതിയിടാം എന്ന് പറയും. അപ്പോ എഴുതിയിടുമ്പോൾ അവർക്കൊക്കെയും കുവൈറ്റിലും ദുബായിലും പല രാജ്യങ്ങളിലും പിന്നെ പാസ്റ്റേഴ്സായിട്ട് അവരെയൊക്കെ വിളിക്കും. നമ്മളൊന്നും ഇത് ചെയ്യില്ല. ഞാൻ കത്തോലിക്ക പുരോഹിതനായിരുന്ന വ്യക്തിയാണ്. जरा सोच, तुझे अगर हर महीने ഒരു ചെറിയ വീഡിയോ ഭാഗമാണ് നിങ്ങൾ കേട്ടത്. എനിക്ക് അതിൽ നിന്ന് മനസ്സിലായിടത്തോളം KV തോമസ് എന്ന് പറയുന്ന ഈ ദേവദാസന്, അല്ലെങ്കിൽ ദേവദാസൻ എന്ന് അവകാശപ്പെട്ടിരുന്ന വ്യക്തിക്ക് കേട്ട വീഡിയോയുടെ മാത്രം ഭാഗത്തെ ഒരു ആസ്പദമാക്കി ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടത്ര പരിഗണന അതിൽ നിന്ന് ലഭിച്ചില്ല എന്ന് ഉള്ളതാണ് മനസ്സിലാക്കുന്നത്. താങ്കൾ അധ്വാനിച്ച് കുറെ ആളുകളുമായി ഒരു ചർച്ച് പ്ലാൻ ചെയ്യുമ്പോൾ ചില വർഷങ്ങൾക്ക് ശേഷം അത് ഹൈജാക്ക് ചെയ്ത് അവര് മറ്റു ചിലരെ അവിടെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്യുന്നത് ഇത് പെന്തക്കോസ്തിലുള്ള ഒരു സ്വാഭാവിക പ്രവർത്തനമാണ്. കാരണം ഏതെങ്കിലും ഒരു എപ്പിസ്കോപ്പൽ സഭ ചെയ്യുന്നത് നിലവിലുള്ള ഒരു ചർച്ചിൽ നിന്നും ഒരു ട്രാൻസ്ഫർ ആണ് കൊടുക്കുന്നതെങ്കിൽ പല സ്ഥലത്തും ആടുകളെ കണ്ടെത്തി ആടുകൾക്ക് കൂടി വരാനുള്ള ഇടം ഉണ്ടാക്കി അങ്ങനെ 1-2 ആളുകളെ വീട് വിടാന്തരം കയറി ഇറങ്ങി നടന്ന് കണ്ടെത്തി ആണ് ഒരു പ്രദേശത്ത് ഒരു ലോക്കൽ സഭ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായി ബൈബിൾ കോളേജിൽ നിന്ന് ഓർഡിനേഷൻ കിട്ടി നിയോഗിക്കുന്ന സഭയുടെ പേരിലായിരിക്കും അവിടെ പോയി ആരംഭിക്കുന്നതും ആ സഭയുടെ പേരിലായിരിക്കും അവിടുത്തെ പള്ളി ആരംഭിക്കുന്നത്. പിന്നീട് കാലക്രമേണ അത് വളർന്ന് വലുതാകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 3 വർഷം കഴിയുമ്പോഴേക്കും സെന്റർ അവിടെ നിന്നും മറ്റൊരു സെന്ററിന് താല്പര്യമുള്ള ഒരാളെ ഇവിടേക്ക് അയക്കുന്നു. ചിലപ്പോൾ ഈ മനുഷ്യനെ മുമ്പ് താൻ എങ്ങനെ താഴത്തെ നിലയിൽ നിന്നും ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നും ഇങ്ങനെ ഒരു സംഭവം സംഘടിപ്പിച്ചോ അതുപോലൊരു സ്ഥലത്തേക്ക് വീണ്ടും അയക്കുക. അപ്പൊ ഇവരൊക്കെ എപ്പോഴും സഭയുടെ ഏറ്റവും താഴേക്കിടയിലുള്ള എംപ്ലോയി ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ഒരു പ്രസ്ഥാനത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുന്ന ഒരു ഇതിലാണ്. അപ്പം എന്തുകൊണ്ട് 42 വർഷം ഈ ഫ്രസ്ട്രേഷൻ സൂക്ഷിച്ചുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ചോദ്യം ഇതാണ്, ഇദ്ദേഹം ഒരാൾ മാത്രമാണോ? ഇത് നമ്മൾ കേൾക്കുമ്പോൾ ഇയാൾ മൗനികളായി അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന അസംഖ്യം അയാളെ പോലുള്ള ആളുകൾ, അത് കേവലം IPC മാത്രമല്ല, മെയിൻ സ്ട്രീം പെന്തക്കോസ്ത് ആയിരിക്കുന്ന ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച് ആയാലും AG ആയാലും ഷാരോൺ ആയാലും അതുപോലെ ഇതുപോലുള്ള ഏതെല്ലാം സഭകളിലും ഇദ്ദേഹത്തിനെ പോലെ ഇങ്ങനെ മനം അടുത്ത് ഇതിനകത്ത് ഈ പ്രസ്ഥാനവുമായി മനസ്സുകൊണ്ട് യോജിക്കാതെ പ്രവർത്തിക്കുന്നവരുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അത് അങ്ങനെ ഒരു വിഷയത്തെ സംസാരിക്കുമ്പോൾ ദീർഘകാലമായി ഇത്തരം പെന്തക്കോസ്റ്റൽ സഭകളിലെ അവസ്ഥകൾ കേട്ടും കണ്ടും അറിഞ്ഞിട്ടുള്ളതും ഏകദൈവ വിശ്വാസമുള്ള പെന്തക്കോസ്റ്റൽ സഭയുള്ള യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ ചർച്ചിന്റെ ഒരു ഭാഗമായിരുന്ന ഒരു ദേവദാസൻ ഇന്ന് നമ്മളുടെ കൂടെയുണ്ട്. എൻ്റെ ചോദ്യം, ഈ പെന്തക്കോസ്റ്റിന് ആക്ച്വലി എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പാസ്റ്റർ ജോയ് ജോസഫിനോടാണ്. നമ്മളാരും അധികം ആളുകളും മനസ്സിലാക്കിയിരിക്കുന്നത് പുതുതായിട്ട് പെന്തക്കോസ്റ്റൽ ചർച്ചകളിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പട്ടത്ത സഭയിൽ നിന്നും രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ട് പെന്തക്കോസ്റ്റിൽ പോയി തുടങ്ങുന്ന ആളുകൾ വിചാരിക്കുന്നത് തങ്ങൾ ആത്യന്തികമായി ഏറ്റവും ശരിയായിട്ടുള്ളൊരു സഭയിൽ എത്തി എന്നുള്ളതാണ്. ഇതൊരു മിഥ്യാധാരണയല്ലേ? ഈ ധാരണയോടുകൂടി അല്ലേ അധികം ആളുകളും
ഇന്ന് പല സഭകളിലും പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതിനെ സംബന്ധിച്ച് വിശദമായ ഒരു ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആണ് ഞാൻ കർത്താവിന്റെ ദാസനിൽ നിന്നും ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ വിലപ്പെട്ട കർത്താവ് നൽകിയ വിലപ്പെട്ട സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസൻ ജോസ് വറീസ് വാർഷ്, അതുപോലെ തന്നെ വിൻസൻ ബ്രദർ, ഗീവറീസ് ബ്രദർ, വേവ് പാസ്റ്റർ, ഇവർക്കെല്ലാം നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ കേൾവിക്കാരായിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഞങ്ങളുടെ മാന്യ സ്നേഹിതർക്ക് ഒരു അനുഗ്രഹമായി തീരും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാം ഇത് വിട്ടുകളയരുത്, നിങ്ങൾ കേൾക്കണം എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയും കർത്താവിന്റെ ദാസൻ ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടി എനിക്ക് തരാനായിട്ട് കഴിയും. കാരണം ഞാൻ ഈ KV തോമസ് എന്ന് പറയുന്ന IPCയിൽ പ്രവർത്തിച്ച IPCയുടെ പാസ്റ്ററായിരുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും ആണെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞ പല വാക്കുകള് ഞാൻ ശ്രദ്ധിച്ചു. ഇപ്പൊ നമ്മളിവിടെ ഇട്ട അത് KV തോമസിന്റെ വാക്കുകളല്ല. KV തോമസ് പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് അതിനെ ന്യായീകരിച്ചുകൊണ്ട് മറ്റൊരു കത്തോലിക്ക സെമിനാരിയിൽ പഠിച്ച് IPCയുടെ ബൈബിൾ കോളേജിലും പഠിച്ച, IPCയിലാണെന്ന് തോന്നുന്നു, പഠിച്ച മറ്റൊരു വ്യക്തി പറയുന്ന വാക്കുകളാണ്, അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന വാക്കുകളാണ് നമ്മൾ കേട്ടത്. KV തോമസിന്റെ വാക്കുകളല്ല അത്. KV തോമസ് എന്ന് പറയുന്ന ഈ പാസ്റ്റർ 42 വർഷം IPC നിന്നപ്പോൾ 42 വർഷങ്ങൾക്ക് ശേഷം തനിക്ക് സുബോധം വന്നു. വാസ്തവത്തിൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ വളരെയധികം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ, അദ്ദേഹവുമായിട്ട് ITI ചാനലിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ആർക്കും പെന്തക്കോസിലെ ഒരു വ്യക്തികൾക്കും നേതാക്കന്മാർക്കും നിഷേധിക്കാൻ കഴിയാത്ത സംഗതി തന്നെയാണ്. കാരണം അത് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പൈസ സെൻട്രൽ പാസ്റ്റർമാർക്കോ നേതാക്കന്മാർക്കോ കൊടുത്ത് നല്ല വരുമാനം കിട്ടുന്ന വലിയ സഭകൾ കിട്ടാൻ വേണ്ടി അവർക്ക് ലക്ഷങ്ങൾ കൊടുക്കുന്ന ഒരു പ്രവണത ഇന്ന് തുടങ്ങിയതല്ല. ഇത് പണ്ട് മുതലേ പെന്തക്കോസിലുള്ളതാണ്. അത് കൂടുതലായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത് IPCയിലാണ്. മറ്റെല്ലാ സഭകളിലുമുള്ള എല്ലാ പെന്തക്കോസ് സഭകളിലും നേതാക്കന്മാരെ സ്വാധീനിച്ചും ഒക്കെ വലിയ സഭകൾ കരസ്ഥമാക്കി പണമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ ITI ചാനലുകാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദ്രവ്യദാസന്മാര് ഇന്ന് എല്ലാ പ്രസ്ഥാനങ്ങളിലും ഉണ്ട്. അത് വളരെ വസ്തുതയാണ്, സത്യമാണ്. ഇവരുടെയൊക്കെ ലക്ഷ്യം ഈ ലോകത്തിൽ കിട്ടുന്ന സമയത്ത് ഒരു വലിയ സഭ കിട്ടി, അല്ലെങ്കിൽ ഒരു അധികാരം കിട്ടി. ഇപ്പോൾ തന്നെ നമ്മൾ കേട്ടല്ലോ, ഏതോ അപേക്ഷ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പലയിടത്തും പോകാം. പുള്ളിക്ക് മാത്രം ആ ചാൻസ് കിട്ടിയില്ല, മറ്റുള്ളവർക്കെല്ലാം ഗൾഫിലേക്ക് പോകാനുള്ള ചാൻസ് കിട്ടി. ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആത്മഭാരം കൊണ്ടല്ല, ആർത്തിഭാരം കൊണ്ടാണ്. ഈ ആർത്തിഭാരം നിറഞ്ഞിരിക്കുന്ന വലിയ പ്രസ്ഥാനങ്ങളായി പെന്തക്കോസ് പ്രസ്ഥാനം മാറിയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് അവർക്ക് പോലും നിഷേധിക്കാൻ പറ്റില്ല. അതൊക്കെ വളരെ സ്പഷ്ടമായിട്ടുള്ള സംഗതിയാണ്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഈ മനുഷ്യൻ, ഈ KV തോമസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ 42 വർഷം എടുത്തോ ഈ യാഥാർത്ഥ്യങ്ങൾ, അവിടെ പെന്തക്കോസിൽ നടക്കുന്ന അനീതിയും അക്രമങ്ങളും ഈ ദ്രവ്യത്തിന് വേണ്ടിയുള്ള, ഈ പണത്തിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള ഈ കയ്യാങ്കളികളൊക്കെ കേൾക്കാനായിട്ട്, അറിയാനായിട്ട് 42 വർഷം എടുത്തു എന്ന് പറയുന്നതിൽ വളരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ മനുഷ്യൻ 42 വർഷം അവിടെ നിന്ന് കിട്ടാവുന്ന നന്മയെല്ലാം അനുഭവിച്ച ഒരു ദ്രവ്യദാസൻ തന്നെയാണ്. ഞാൻ വ്യക്തമായിട്ട് പറയാം, ഒരു വ്യക്തിക്ക്, ഒരു സുവിശേഷകൻ കർത്താവിന്റെ വചനത്തെ സ്നേഹിക്കുകയും സത്യവചനത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു സംഘടനയെക്കുറിച്ചോ
അവിടുത്തെ ചില പ്രവർത്തകരുടെ ന്യായരഹിതമായിട്ടുള്ള നീക്കങ്ങളെ കുറിച്ച് അറിയാൻ 42 വർഷത്തിന്റെ ആവശ്യമില്ല. 1-2 വർഷം കൊണ്ട് 2-3 വർഷം കൊണ്ട് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി നേരത്തെ വിട്ടുപോരേണ്ട മനുഷ്യൻ പുള്ളി പല എന്തോ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ ഓർത്തഡോക്സ് സഭ വിട്ടത്. ഇപ്പൊ അദ്ദേഹം പറയുന്നു ഓർത്തഡോക്സ് സഭയിലേക്ക് മടങ്ങിപ്പോകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അബദ്ധമായി പോയോ എന്ന് ചോദിച്ചപ്പോൾ കെ.വി. തോമസ് പറയുന്നത് അബദ്ധമായി പോയെന്നാണ്. അപ്പൊ നമുക്ക് ഒത്തിരി സംശയങ്ങളുണ്ട്. ഈ മനുഷ്യൻ ആരെ കണ്ടിറങ്ങിയതാ? പെന്തക്കോസ്തുകാരെ കണ്ടിറങ്ങിയതാണ്? ഈ മനുഷ്യന്റെ ലക്ഷ്യം എന്തായിരുന്നു? 42 വർഷം ഈ മനുഷ്യൻ എന്തിനു വേണ്ടി അവിടെ നിന്നു? ഒരു വ്യക്തി മാനസാന്തരപ്പെടുന്നതും അവൻ ദൈവത്തെ കണ്ടുമുട്ടുന്നതും അവൻ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞാണ്. അപ്പൊ ഈ കെ.വി. തോമസ് എന്ന് പറയുന്ന വ്യക്തി ഈ യേശുവിനെ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞ് വിശ്വാസത്തിൽ വന്ന വ്യക്തിയല്ല എന്ന് വിളിച്ചറിയിക്കുന്ന ഓരോ സൂചനകൾ, അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾ. യേശുവിനെ കണ്ടിറങ്ങിയ ഒരുവന് 42 വർഷം പോയിട്ട് ഒരു 4 വർഷം പോലും വേണ്ട പെന്തക്കോസുകാരുടെ ഇടയിലുള്ള അനീതിയും അക്രമങ്ങളും അധികാര വടംവലിയും തമ്മിൽ തല്ലും തൊഴുത്തിൽ കുത്തും അറിയാൻ 42 വർഷം പോയിട്ട് 4 വർഷം പോലും വേണ്ട. അപ്പൊ ഈ 42 വർഷം ഈ മനുഷ്യൻ എന്തിനു വേണ്ടി നിന്നതാ? ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം സാധിക്കാതെ വന്നപ്പോൾ ഇപ്പം അദ്ദേഹം മറ്റുള്ളവരെയൊക്കെ ചെളി വാരി എറിയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ശരിയാണ്. ഏതാ? അദ്ദേഹം പെന്തക്കോസ് പ്രസ്ഥാനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാനും ഏതാണ്ട് 42 വർഷത്തിൽ കൂടുതലായി. 1982 എന്റെ നല്ല യൗവനത്തിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതിറങ്ങിത്തിരിച്ച അന്ന് മുതലേ പെന്തക്കോസ് പ്രസ്ഥാനങ്ങളിൽ നടക്കുന്ന അനീതിയും അവിടെയുള്ള വർഗീയതയും അവിടെയുള്ള അധികാരത്തിന് വേണ്ടിയുള്ള സകലവിധമാകുന്ന വ്യാജ പ്രവർത്തനങ്ങളും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. എന്നിട്ടും എനിക്ക് ഈ മറ്റൊരു യേശുക്രിസ്തുവിനെ വിട്ടുപോകണം എന്നുള്ള രീതിയിലേക്ക് എൻ്റെ മനസ്സ് വന്നിട്ടില്ല. ഇദ്ദേഹം വിട്ടുപോകുന്ന ഓർത്തഡോക്സ് സഭയിലേക്ക് വീണ്ടും മടങ്ങിപ്പോകാനായിട്ട് അബദ്ധം പറ്റിപ്പോയെന്ന. അപ്പൊ ഈ മനുഷ്യൻ യേശുവിനെ കണ്ടിറങ്ങിയതല്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസികളുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഇവിടുത്തെ പെന്തക്കോസ് പ്രസ്ഥാനങ്ങളൊന്നും ദൈവത്തിന്റെ സഭയല്ല. അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 2:38 പ്രകാരം യെരുശലേമിൽ ആരംഭിച്ച ദൈവസഭയുടെ പിന്തുടർച്ചക്കാരല്ല പെന്തക്കോസുകാര്. ഈ കെ.വി. തോമസ് ഉൾപ്പെടെ, അല്ലെങ്കിൽ IPCക്കാർ ഉൾപ്പെടെ മറ്റുള്ള എല്ലാ പെന്തക്കോസുകാരും യെരുശലേമിൽ ആരംഭിച്ച ദൈവസഭയുടെ പിന്തുടർച്ചകളല്ല. അവര് ബാബിലോണുമായിട്ട് വളരെ രഹസ്യ ബന്ധം പുലർത്തുന്നത്. കത്തോലിക്ക സഭയിൽ നിന്ന് വന്നിട്ടുള്ള ആ ഉപദേശം പിടിച്ച്, തൃത്വോപദേശം പിടിച്ച് ത്രിയേക ദൈവത്തെ ആണെന്ന് പറഞ്ഞ് അതിനെ പ്രോത്സാഹനം കൊടുക്കുന്ന കൂട്ടത്തിലുള്ളതാണ്. ഇവരുടെ എല്ലാ ലക്ഷ്യം, ഈ കെ.വി. തോമസ് ഉൾപ്പെടെയുള്ളവരുടെ ലക്ഷ്യം യേശുവിനെ കണ്ടിറങ്ങിയതല്ല, ദൈവരാജ്യത്തിൽ പോകാൻ വേണ്ടിയുള്ള അവരുടെ ലക്ഷ്യത്തോടുള്ള പോക്കല്ലായിരുന്നു എന്നുള്ളതാണ് ഈ കെ.വി. തോമസിന്റെ പ്രസ്താവനയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. 42 വർഷമായി കഴിഞ്ഞു. ഇപ്പൊ വയസ്സനായി, എന്നെ പോലെ വയസ്സനായി. ഇനി കൂടുതൽ നിന്നാൽ കൂടുതൽ കിട്ടപ്പോരൊന്നും ഇല്ലെന്ന് പുള്ളിക്ക് മനസ്സിലായി. എനിക്ക് നിന്നാൽ പുള്ളിക്ക് ഒരു സ്ഥാനവും കിട്ടുകയില്ല, മാനവും കിട്ടുകയില്ല, പണവും കിട്ടുകയില്ല. ഇത്രയും നാളും കിട്ടി, പാവപ്പെട്ട ദൈവമക്കൾ കൊടുത്തതെല്ലാം മേടിച്ചു, അതെല്ലാം അദ്ദേഹം കൈകാര്യം ചെയ്തു. ഇനിയിപ്പൊ തള്ളി പറയുന്നത് അത് ഒരിക്കലും ഒരു മാന്യതയുള്ള ഒരു പ്രവൃത്തിയല്ല. അല്ലെങ്കിൽ തള്ളി പറയണം, ഈ ഉപദേശങ്ങൾ മുഴുവൻ തെറ്റാണ്. ഉപദേശപരമായിട്ടും, അവരുടെ പ്രവൃത്തിയല്ല, ഉപദേശപരമായിട്ടും ഇത് വചനത്തിന് വിരുദ്ധമാണ്, ബൈബിളിന് വിരുദ്ധമാണ്, അപ്പോസ്തോലിക സഭയ്ക്ക് വിരുദ്ധമാണ്, ഇവർ അപ്പോസ്തോലിക വിശുദ്ധ കൂട്ടമല്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനകത്തൊരു മാന്യതയുണ്ട്. അതാണ് മാന്യത എന്ന് പറയുന്നത്. എനിക്കറിയാം പെന്തക്കോസ് പ്രസ്ഥാനങ്ങളിൽ നടക്കുന്ന അനീതികൾ. ഇപ്പം കെ.വി. തോമസ് പറഞ്ഞതൊക്കെ ഒരു പെന്തക്കോസ് പ്രസ്ഥാനങ്ങളിൽ നടക്കുന്ന അനീതികളുടെ ഒരു ചെറിയ വശം മാത്രമാണ്. അതിനേക്കാൾ വലിയ ഭീകരമായിട്ടുള്ള വിഷയങ്ങൾ പെന്തക്കോസ് പ്രസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അനുഭവങ്ങളുണ്ട്.
അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനാണെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നാം ഇറങ്ങിത്തിരിച്ചത് ഒരു സംഘടനയും ഒരു മണ്ണാങ്കട്ടയും കണ്ടല്ല, ഒരു നേതാവിനെയും കണ്ടല്ല. ഒരൊറ്റ നേതാവ് കർത്താവായ യേശു മാത്രമാണ്. ആ നേതാവിനെ കണ്ട പിന്നെ നമുക്കൊരു ഫെലോഷിപ്പ് ഉണ്ട്, ഒരു കൂട്ടായ്മയുണ്ട്. അത് ആവശ്യമാണ് ഈ ലോകത്തിൽ. കാരണം ആ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിക്കണമെന്നാണ്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുന്നവരുമായിട്ടുള്ള കൂട്ടായ്മ, ആ ഒരു കൂട്ടായ്മയുണ്ട്. അത് ഒരു നേതാവിന്റെ മുഴുപ്പ് കണ്ടുകൊണ്ടോ നേതാവിനെ പ്രീതിപ്പെടുത്തുവാനോ പണം കൊടുത്ത് നേതാവിന്റെ കയ്യിൽ കൂടുതൽ പൈസ കൊടുത്ത് വലിയ സഭ കരസ്ഥമാക്കി കാശ് കൂടുതൽ കിട്ടുന്ന സഭകളിലേക്ക് കടന്നു പോകാനോ ഉള്ള ഈ പ്രവണത പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിലെല്ലാം ഈ പിശാച് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് 42 വർഷം കണ്ട് അനുഭവിച്ച മനുഷ്യൻ ഇപ്പൊ വയസ്സനാം കാലത്ത് പറയുകയാണ്, എനിക്ക് അബദ്ധം പറ്റിയെന്ന്. ആ മനുഷ്യൻ ഒരിക്കലും യേശുവിനെ കണ്ടിറങ്ങിയ മനുഷ്യനല്ല. കുറച്ച് തെറ്റിദ്ധാരണകൾ വരുത്തി വെക്കാം, ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, തന്റെ യൗവനകാലത്തെ ചെയ്യേണ്ടതായിരുന്നു. കുറച്ച് തെറ്റിദ്ധാരണകൾ വരുത്തി വെച്ച് താൻ കുറച്ച് ഈ അവസാനം ന്യായീകരിക്കാൻ നോക്കി. പക്ഷേ പുള്ളിയുടെ ന്യായീകരണ വാക്കുകളൊന്നും ആരും ഏറ്റെടുക്കുകയില്ല. എല്ലാ പ്രസ്ഥാനങ്ങളിലും ഇതെല്ലാം ഉള്ളതാ. എങ്കിലും നമ്മൾ വിശ്വസിക്കുന്ന കർത്താവിനെയാണ്. അപ്പോൾ ഈ പ്രസ്ഥാനങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്നവരും ജീവിക്കുന്നവരുമായ ദൈവമക്കൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ആ യാഥാർത്ഥ്യം കൂടെ കണ്ടു വേണം. അനേക വ്യക്തികൾ ഉണ്ട്, അവർക്കറിയത്തില്ല, സത്യം അറിയത്തില്ല. അവർ കർത്താവിനെ കണ്ടിറങ്ങിയവരാ, സത്യം അറിയാതെ ഇതിനകത്ത് ഒത്തിരി പേരുണ്ട്. ഈ പുള്ളിയുടെ ഈ അവസാനത്തെ പ്രയോഗങ്ങളൊന്നും ദൈവഹിത പ്രകാരമുള്ളതല്ല. താൻ അവസരവാദം പറയുകയും താൻ അവിടുന്ന് പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിൽ നിന്ന് മേടിക്കാവുന്നത് മുഴുവൻ മേടിച്ച് കീശയിലാക്കിയിട്ട് വിളിച്ചറിയിക്കുന്ന ഒരു സന്ദേശം എന്ന് മാത്രമേ എനിക്ക് ഇതിൽ നിന്ന് പറയാനുള്ളൂ. ഇനി നമ്മുടെ കർത്താവിന്റെ ദാസന്മാരുടെയൊക്കെ ആശയം എന്താണ് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും എന്റെ ആശയം ഞാനിവിടെ പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. വളരെ വ്യക്തമാണ്. ഒടുവിൽ പാസ്റ്റർ സംസാരിച്ചതാണ് അതിനകത്തുള്ള ശരിയായ ഭാഗം. അതെന്തെന്ന് വെച്ചാൽ, ഈ കെ വി തോമസ് ഒരു സ്ഥലത്ത് പോലും പാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ പെന്തക്കോസ്തൽ സഭകളിലോ താൻ നിന്നിരുന്ന സഭകളിലോ ദൈവവചനമില്ല, അവിടെ അപ്പസ്തോലിക ഉപദേശമില്ല എന്ന് പറഞ്ഞിട്ടല്ല അദ്ദേഹം സഭ വിട്ടു പോന്ന്. ഒരു ഏത് വിഷയം എടുത്താലും, ഒരു ബലാത്സംഗം നടന്നാലും, ഒരു കൊലപാതകം നടന്നാലും, ഒരു രാഷ്ട്രീയ പ്രശ്നം നടന്നാലും, അതിനെല്ലാം സാമ്പത്തിക നേട്ടത്തിന് ഉപയോഗിക്കുന്ന ഒരു ചാനൽ, യാതൊരു ക്രെഡിബിലിറ്റി ഇല്ലാത്തൊരു ചാനലിൽ വന്ന് ഈ വിഷയം സംസാരിക്കുമ്പോൾ അവിടെ യാതൊരുവിധ ആത്മീയതയും അവിടെ ഇല്ല എന്നുള്ള വസ്തുത എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് I2I ചാനലിൽ വന്ന് ഈ വിഷയങ്ങൾ സംസാരിക്കുന്ന സ്ഥലത്ത് ഒരിടത്ത് പോലും പാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ IPC അല്ലെങ്കിൽ പെന്തക്കോസ്തൽ സഭകൾ ദൈവസഭയല്ല എന്നൊരു സത്യസന്ധമായ ഒരു കാര്യം അദ്ദേഹം അവിടെ പറയാൻ തയ്യാറായിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അയാൾ വിട്ടുപോകുന്ന പ്രസ്ഥാനത്തിന് പോലും ന്യായീകരിക്കാൻ കാര്യമുണ്ട്. കാരണം അവർക്ക് പറയാം, അയാൾ ആഗ്രഹിച്ചൊന്നും ഇവിടുന്ന് കിട്ടിയില്ല, ഞങ്ങളുടേത് ഒരു പൂർണ്ണമായും ദൈവസഭയാണ്, ഇത്തരം വഞ്ചകന്മാർക്ക് ഇടയില്ലാത്തതുകൊണ്ട് അയാൾക്ക് പോകേണ്ടി വന്നു എന്ന് പറഞ്ഞ് അവർ നിൽക്കുന്ന ആ കപട പ്രസ്ഥാനത്തെ അവർക്ക് വൈറ്റ് വാഷ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടായി. അതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോ എന്റെ അടുത്ത ചോദ്യം, ഈ ചോദ്യം പാസ്റ്റർ എം ബേബി അവരോടാണ്. താങ്കളും ദീർഘകാലമായി പെന്തക്കോസ്തൽ പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ചു വന്നിരുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട്, മുമ്പും വിശ്വാസ സംബന്ധമായി ഏകദൈവ വിശ്വാസമായിരുന്നെങ്കിലും സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി അവിടെ മരണമാണുള്ളത്. അവിടെ ദൈവത്തിന്റെ വചനത്തിന് സ്ഥാനമില്ല, അവിടെ ദൈവാത്മാവിന്റെ പ്രവർത്തനമില്ല. മനുഷ്യന്റെ നിയമങ്ങളും മനുഷ്യ ഉപദേശങ്ങളും മനുഷ്യപ്രീതിയുമാണ് എല്ലാ സംഘടനകളും ഉള്ളത്. അത് ഏതൊരു സഭ എടുത്താലും, അത് എപ്പിസ്കോപ്പൽ ആയാലും പ്രൊട്ടസ്റ്റന്റ് ആയാലും ബിബ്ലിക്കൽ ചർച്ചുകളായാലും എല്ലാം ഇന്ന് നമുക്കറിയാം അവിടെ ഒന്നും ദൈവവചനമില്ല. അവിടുത്തെ പ്രശ്നങ്ങൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതുമല്ല. ഇപ്പോ അങ്കമാലി രൂപതയിൽ കേരളത്തിൽ കത്തോലിക്ക സഭയ്ക്കുള്ളിൽ രണ്ട് വിഭാഗങ്ങൾ ചേരിതിരിഞ്ഞ് അടിക്കുന്നതും ദൈവവചനത്തിന്റെ പേരിലല്ല.
ക്രിസ്തു ആ, അവിടെ ഇല്ല എന്നുള്ള വിഷയത്തിലല്ല പ്രശ്നം. പൃഷ്ഠം തിരിഞ്ഞ് നിന്ന് കുർബാന ചെല്ലണോ, മുഖം തിരിഞ്ഞ് കുർബാന ചെല്ലണോ എന്നുള്ള വിഷയമാണ് അവരുടെ വിഷയം. ഇപ്പൊ ഇവിടെ കെ വി തോമസ് ഉന്നയിച്ച വിഷയത്തിലും യാതൊരു ആത്മീയതയില്ല, ദൈവികതയില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ ചോദ്യം മാസ്റ്റർ ബേബി അവരോടാണ്. പെന്റക്കോസ്റ്റൽ സഭകൾ യഥാർത്ഥത്തിൽ ദൈവസഭയാണ് എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന എന്തെങ്കിലും താങ്കളുടെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോ നമുക്ക് പാനലിൽ ഇനിയും നമുക്ക് രണ്ടുപേരുമായിട്ട് സംസാരിക്കാനുള്ളത് കൊണ്ട് ഈ വിഷയത്തിൽ വളരെ വിശദമായ ഒരു വിശദീകരണത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വളരെ വ്യക്തമായ ഒരു മറുപടിക്ക് വേണ്ടിയാണ് ഞാൻ ഈ ചോദ്യം കർത്താവിന്റെ ദാസന് മുമ്പിൽ വയ്ക്കുന്നത്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോട് സ്തോത്രം. ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസന്റെ ചോദ്യം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ചോദ്യമാണ്. സ്തോത്രം. ഈ ചാനലിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ കർത്തൃദാസന്മാരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇത് രാത്രിയിലുള്ളതായ എന്നോടുള്ള ചോദ്യം, ഇന്നത്തെ പെന്തക്കോസ് സഭകളെല്ലാം യഥാർത്ഥമായി ദൈവവചനപ്രകാരമുള്ളതായ സഭകളാണോ എന്ന് ഇത്രയും കാലമുള്ള ഏക സത്യ ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള എൻ്റെ പരിചയത്തിൽ നിന്നും സംസാരിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവിന്റെ ദാസൻ എന്നെ ചുമതലപ്പെടുത്തുവാനിടയായി തീർന്നു. എൻ്റെ പഠനത്തിലും എൻ്റെ അറിവിലും എൻ്റെ വിശ്വാസത്തിലും ഇന്ന് പെന്തക്കോസ് സഭ എന്ന് പറഞ്ഞുകൊണ്ട് അനേക സംഘടനകൾ ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ സംഘടനകളൊന്നും ദൈവസഭയുമായിട്ട് യാതൊരു കുലബന്ധവുമില്ലാത്ത സംഘടനകളാണ്. യഥാർത്ഥമായി ദൈവസഭ എന്ന് പറയുവാൻ കഴിയുന്ന ഒരേ ഒരു സഭ മാത്രമേ ദൈവവചനപ്രകാരം കാണുവാൻ കഴിയുന്നുള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തൻ്റെ ദാസനായ പത്രോസിനോടും മറ്റുള്ളവരോടും മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ സംസാരിച്ച ഒരു വിഷയം നമുക്കറിയാം. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുവാനിടയായി തോന്നും. ഈ പാറ എന്നുദ്ദേശിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാകുന്ന പാറയാണ്. ആ പാറമേൽ അടിസ്ഥാനമിട്ടൊരു സഭ കർത്താവ് തന്നെ പണിയും. ആ സഭയെ ജയിക്കുവാൻ ഈ ലോകത്തിലെ പൈശാചിക ശക്തികൾക്കോ അല്ലെങ്കിൽ നരക കവാടങ്ങൾക്കോ കഴിയുകയില്ല എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുവാനിടയായി തീർന്നു. കർത്താവിനാൽ സ്ഥാപിതമായ സഭ പെന്തക്കോസ്ത് നാളിലായിരുന്നു, അഥവാ AD 30-ലായിരുന്നു എന്നാണ് നാം വിശ്വസിക്കപ്പെടുന്നത്. ഈ സഭ ആരംഭിച്ച ശേഷം അത് സഭയുടെ ഉദ്ഭവ ദിവസം തന്നെ കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാൽ കർത്താവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടതായ ശിഷ്യന്മാർ നിറയപ്പെടുവാനും പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ ആ പെന്തക്കോസ്ത് നാളിൽ പ്രസംഗിച്ച പ്രസംഗത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അനേക യഹൂദന്മാരായിരിക്കുന്ന ആളുകൾ പെന്തക്കോസ്ത് നാളിലെ പരിശുദ്ധാത്മ പകർച്ചയെ സംബന്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മാർക്കോസിന്റെ മാളിക മുറിയിൽ അവർ ഓടിക്കൂടി ഇതെന്തായിരിക്കുമെന്നുള്ളതിനെ കുറിച്ചുള്ളതായ അന്വേഷണത്തിനൊടുവിൽ കർത്താവിന്റെ ദാസൻ യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്നുള്ളതായ
ആ പ്രവചന ഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് കർത്താവിന്റെ ദാസൻ ദൈവവചനത്തിലൂടെ വളരെ ശക്തമായിട്ട് സംസാരിക്കുവാനിടയായി തീർന്നു. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ കർത്താവ് തന്റെ സഭയെ പാറമേൽ പണിയും എന്നുള്ളതിനെ സംബന്ധിച്ച് പത്രോസ് സംസാരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവാണ് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ പ്രവൃത്തികൾ ചെയ്യുന്നത് എന്ന് കർത്താവിന്റെ ദാസൻ ഓർമ്മപ്പെടുത്തിയപ്പോൾ കർത്താവിന്റെ ദാസന്റെ വാക്കുകളിൽ ഹൃദയത്തിൽ കുത്തുകൊണ്ടതായ വ്യക്തികൾ, അവിടെ കൂടി വന്നതായ യഹൂദന്മാരായ ആളുകൾ പത്രോസിനോട് ശേഷമുള്ള ശിഷ്യന്മാരോടും ചോദിച്ചത്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചാൽ രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ആ ചോദ്യത്തിന്റെ ആശയം. അതിന്റെ കാരണം യഹൂദന്മാരാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ പീഡിപ്പിച്ചതും തല്ലിയതും കാൽവറിയിൽ ക്രൂശിൽ യാഗമാക്കി തീർത്തതും ഒക്കെ അവരായതുകൊണ്ട് അവർ ചെയ്തു പോയതായ കുറ്റം അവർക്ക് ബോധ്യപ്പെട്ടു. തങ്ങൾ യഥാർത്ഥത്തിൽ ഉപദ്രവിച്ചത് വാസ്തവമായിട്ടും ജീവനുള്ള ദൈവമായിരുന്നു എന്നുള്ളതായ വിശ്വാസം ഹൃദയത്തിൽ കടന്നു വന്നവർക്ക് പത്രോസിന്റെ വാക്കുകളിൽ നൊമ്പരമുണ്ടാകുവാനിടയായി തീർന്നു. അവരുടെ മനസ്താപം അഥവാ അനുതാപത്തിൽ അവർ വിളിച്ച് ചോദിച്ചതാണ്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട പത്രോസ് അവരോട് സംസാരിച്ചത് ഇങ്ങനെയാണ്: നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അതിനുശേഷം വീണ്ടും പറഞ്ഞു, സ്തോത്രം, ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും തലമുറയായി നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ എന്ന് പറയുവാനിടയായി തീർന്നു. തിരുവചനത്തിൽ ദൈവസഭയുടെ ഉദ്ഭവ ദിവസം തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ ഉപദേശം ഇതാണ്. ഈ ഉപദേശത്തിൽ നിലനിൽക്കുന്നവർക്ക് മാത്രമാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നൽകുവാനിടയായി തീർന്നു. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നൽകണമെന്നുണ്ടെങ്കിൽ ഒന്നാമതായി മാനസാന്തരം ഉണ്ടായിരിക്കണം, രണ്ടാമതായി പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. എങ്കിൽ മാത്രമാണ് പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കപ്പെടുന്നത്. പരിശുദ്ധാത്മാവിനെ ലഭിക്കാത്ത, പക്ഷേ ഈ ഉപദേശം സ്വീകരിക്കാത്ത ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെ ലഭിക്കാത്ത ഒരു വ്യക്തിക്ക് യാതൊരു കാരണവശാലും ദൈവ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അതിന്റെ അന്തസത്ത എന്താണെന്ന് ഗ്രഹിക്കുവാൻ അവർക്ക് കഴിയുകയില്ല. സ്തോത്രം, അങ്ങനെയുള്ളവർ ഏതെങ്കിലും സംഘടനകളിൽ കൂടി നടക്കുകയും അത് പെന്തക്കോസ്ത് സംഘടനയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ താലോലിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അനുഭവമാണ് നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാപിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ ഞാൻ മുമ്പേ പറഞ്ഞ കാര്യമാണ്. പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ ഉപദേശമാണ്. ആ ഉപദേശമല്ലാതെ വേറെ ഏതെങ്കിലും ഉപദേശങ്ങൾ സ്വീകരിച്ചിട്ട് ഞങ്ങളും പെന്തക്കോസ്തുകാരാണെന്ന് പറഞ്ഞാൽ ഈ പറയപ്പെടുന്ന വ്യക്തികൾ ആരും പെന്തക്കോസ്തുകാരല്ല. പെന്തക്കോസ്ത് അനുഭവമുള്ളവനാണ് പെന്തക്കോസ്തുകാരൻ. അല്ലാതെ മീശ പഠിച്ചത് കൊണ്ടോ വെളുത്ത ഷർട്ട് ഇട്ടത് കൊണ്ടോ അല്ലെങ്കിൽ കാതിലേക്ക് കഴുത്തിലേക്ക് ഊരി മാറ്റിയത് കൊണ്ടൊന്നും പെന്തക്കോസ്തുകാരനോ പെന്തക്കോസ്തുകാരിയോ ആകത്തില്ല. യഥാർത്ഥമായി ഹൃദയത്തിൽ പരിച്ഛേദനം ഉണ്ടാകാത്ത ഒരു വ്യക്തിക്ക് പെന്തക്കോസ്തുകാരൻ എന്ന് പറയുവാനുള്ളതായ അവകാശമില്ല. പരിച്ഛേദനമുള്ളതായ ഒരു വ്യക്തിയാണ് യഥാർത്ഥമായി പെന്തക്കോസ്തുകാരൻ. തിമോത്തിയോസിന്റെ 1-ാമത്തെ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 15ഉം 16ഉം വാക്യഭാഗങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത്
എങ്ങനെയെന്ന് നീ അറിയുന്നത് ഇത് അറിയേണ്ടതിന് ഇത് എഴുതുന്നു എന്നാണ്. സ്വതന്ത്രം വെളിച്ചക്കുറവുള്ളത് കൊണ്ട് ഈ കാണുവാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംശയിച്ച് വായിച്ചത്. അപ്പോ സഭ എന്ന് പറയുന്നത് ജീവനുള്ള ദൈവത്തിന്റെ സഭയാണ്. ഏതെങ്കിലും സഭാ നേതാക്കന്മാരായി ജീവിക്കുന്നവരുടെ പേരിലുള്ളതായ സംഘടനകൾ അത് സഭയല്ല. ദൈവത്തിന് ഒരേ ഒരു സഭ മാത്രമേ ഉള്ളൂ, അത് ജീവനുള്ള ദൈവത്തിന്റെ സഭയാണ്. ആ സഭയിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് ഞാൻ നിനക്ക് എഴുതുന്നു എന്ന് പൗലോസ് പറഞ്ഞിട്ട് പൗലോസ് പറയുന്നത് എന്താണെന്ന് അറിയാമോ? അവൻ ആര്? ജീവനുള്ള ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ജീവനുള്ള ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. ദൈവസഭ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു അഥവാ സർവശക്തനായ ദൈവം ജഡത്തിൽ അഥവാ ശരീരം സ്വീകരിച്ച് ലോകത്തിലേക്ക് വന്നു എന്ന വിശ്വാസമുള്ള ആര് ഈ ഭൂമിയിലുണ്ടോ അവരാണ് യഥാർത്ഥമായി സഭയുടെ മെമ്പേഴ്സ്. അല്ലാതെ ഏതെങ്കിലും സംഘടനകളിൽ ഉൾപ്പെട്ടത് കൊണ്ട് അവർ പെന്തക്കോസുകാരല്ല. പെന്തക്കോസുകാരാണെന്ന് പറഞ്ഞു നടക്കാമെന്നുള്ളതല്ലാതെ പെന്തക്കോസിന്റെ യാതൊരു അനുഗ്രഹങ്ങളും അവർക്ക് പ്രാപിക്കുവാൻ കഴിയുന്നില്ല. മുൻപ് സ്തോത്രം ചിലരൊക്കെ പറഞ്ഞതുപോലെ സ്തോത്രം സാമ്പത്തിക ലാഭങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. യഥാർത്ഥമായി ക്രിസ്തു സഭയുടെ അംഗമായിരിക്കുന്ന ഒരു വ്യക്തി സാമ്പത്തികത്തിന് വേണ്ടി ലോകപരമാകുന്ന സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അധികാരങ്ങൾക്ക് വേണ്ടി ഒന്നും സ്തോത്രം കടന്നാക്രമണങ്ങൾ നടത്തുന്നവരല്ല. വാസ്തവമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആടുകൾ ചെറിയ കൂട്ടമായാലും വലിയ കൂട്ടമായാലും അവനെ നേരായ ദിശയിലൂടെ നയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ പ്രവർത്തിക്കുന്നവരാണ് യഥാർത്ഥമായി പെന്തക്കോസ് അനുഭവമുള്ളവർ. കർത്താവായ യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു വന്നു എന്ന് വിശ്വസിക്കാത്ത ഓരോ ആത്മാവും ദൈവത്തിൽ നിന്നുള്ളവയല്ല എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ സാക്ഷാൽ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു വന്നവൻ എന്ന് വിശ്വസിക്കുവാൻ കഴിയാത്ത ഈ ലോകത്തിലെ ഏതെല്ലാം വലിയ വലിയ സംഘടനകൾ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആത്മാക്കൾ കൂടി വരുന്ന സംഘടനകൾ, വലിയ വലിയ നേതാക്കന്മാർ, ഏതെങ്കിലും യോഗങ്ങൾ കൂടുമ്പോൾ 250 500 നേതാക്കന്മാർ മാത്രം അണിനിരക്കുന്നതായ സഭകളുണ്ട്. ഈ സഭയിൽപ്പെട്ട ഒരുത്തൻ പോലും ദൈവരാജ്യത്തിൽ പങ്കാളികളായി തീരത്തില്ല. കർത്താവിന്റെ വരവെങ്കിൽ ഇവരാരും ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. കാരണം ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തുവിന്റെ ആത്മാവ് ഒരുവന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവൻ മാനസാന്തരപ്പെട്ടവനായിരിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് പാപങ്ങളെ കഴുകിക്കളഞ്ഞവനായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് സ്തോത്രം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവ് ലഭിക്കാത്ത ഒരു വ്യക്തിയും ദൈവസഭയുടെ അംഗങ്ങളല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ തിരികെ വിഷയത്തിലേക്ക് മടങ്ങി വരുമ്പോൾ കർത്താവിന്റെ ദാസൻ ഗീവറീസ് അവർ വളരെ കാലങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മളോട് ഈ പാനലിൽ കടന്നു വന്നിട്ടുണ്ട്. താനും ഈ കെ.വി. തോമസ് ഉയർത്തിവിട്ട ആശയങ്ങളോടനുബന്ധിച്ച് ചില വീഡിയോകൾ ചെയ്തതിൽ ഒരു വീഡിയോ ഞാനും കാണുകയുണ്ടായി. എനിക്ക് ഗീവറീസിനോടുള്ള ചോദ്യം, ഗീവറീസ് ഉന്നയിച്ചതും പോലെ തന്നെ സമാനമോ അല്ലെങ്കിൽ വ്യക്തിപരമായ താല്പര്യങ്ങളോ ഉന്നയിച്ചുകൊണ്ട് പെന്തക്കോസ്റ്റിൽ നിന്നും മടങ്ങി മാതൃസഭകളിലേക്ക് പോയി ഈ പറഞ്ഞതുപോലുള്ള സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കിയ അല്ലെങ്കിൽ വലിയ സമുദായങ്ങളുടെ വലിയ പുരോഹിതന്മാരുടെയൊക്കെ ലാളനവും കരസ്പർശവും സാമ്പത്തികമായ ഉന്നമനവും ഒക്കെ കണ്ടെത്തി തേടി
പെന്തക്കോസ്റ്റൽ പ്രസ്ഥാനം വിട്ടുപോയ ധാരാളം ആളുകളുണ്ട്. അവരെ കുറിച്ചുള്ള ഒരു പ്രതിപാദനം ചെയ്തിരിക്കുന്ന വീഡിയോ ഞാൻ കണ്ടു. പക്ഷെ നമ്മള് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം ഇതാണ്: പെന്തക്കോസ്ത് സഭ എന്ന് നമ്മൾ കേട്ടു തുടങ്ങിയത് നമുക്കറിയാം, നമ്മുടെയൊക്കെ ബാല്യകാലം പോലെ നമ്മൾ കേൾക്കുന്നതാണ്. നമ്മൾ കേൾക്കുന്ന പെന്തക്കോസ്റ്റൽ സഭകളുടെ ഒരു ആയുസ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 100 വർഷം അല്ലെങ്കിൽ 110 വർഷം. ശരിയായ ഒരു കണക്ക് പറയുകയാണെങ്കിൽ 1902 മുതൽ ഇന്ന് 2025 വരെ എത്തി നിൽക്കുമ്പോൾ ഏതാണ്ട് 123 വർഷങ്ങളുടെ പഴക്കമാണ് ഈ പെന്തക്കോസ്റ്റിനുള്ളത്. പക്ഷെ ജനങ്ങളുടെ ധാരണ കത്തോലിക്കർ ധരിച്ചു വച്ചിരിക്കുന്നത് പോലെയുള്ളൊരു ധാരണ ജനങ്ങൾക്കുണ്ട്. കത്തോലിക്കർ ധരിച്ചു വച്ചിരിക്കുന്നത് പത്രോസ് ആയിരുന്നു ആദ്യത്തെ പോപ്പ്, പത്രോസിന്റെ പിൻഗാമികളാണ് കത്തോലിക്ക സഭയും പോപ്പുമാരും എന്നുള്ളത് പോലെ തന്നെ ഇപ്പുറത്ത് പെന്തക്കോസ്റ്റൽ സഭകൾ ധരിച്ചു വച്ചിരിക്കുന്നത് അവരാണ് യഥാർത്ഥ ദൈവസഭയെന്നും അവരുടെ പാരമ്പര്യവും അപ്പസ്തോലിക പാരമ്പര്യവുമാണ് എന്നുള്ളതാണ്. ഈ കാര്യത്തിലുള്ള വസ്തുനിഷ്ഠമായ ഒരു ചിത്രം ആക്ച്വലി പെന്തക്കോസ്റ്റിൽ പോകുന്നവർക്കില്ല. പെന്തക്കോസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. പെന്തക്കോസ്റ്റിൽ ഒരു യഹൂദന്റെ പെരുന്നാളാണ്. സംഗതി വശാൽ ഒരു യഹൂദന്റെ പെരുന്നാൾ ദിവസമാണ് വാഗ്ദത്ത പരിശുദ്ധാത്മാവ് വന്ന് കൃപാവരങ്ങളാൽ ഒരു ജനത്തെ ദൈവം തന്റെ നാമമഹത്വത്തിനായി ഉയർത്തെഴുന്നേൽപ്പിച്ച് അല്ലെങ്കിൽ എഴുന്നേൽപ്പിച്ച ദിവസമാണ് യഥാർത്ഥ പെന്തക്കോസ്റ്റ് എന്ന് പറയുന്ന ക്രിസ്ത്യാനിറ്റിയുടെ യഥാർത്ഥമായ ഉദയം. എന്നാൽ ഇന്ന് ലോകമാസകലം അറിയപ്പെടുന്ന പെന്തക്കോസ്റ്റ് അതല്ല എന്നുള്ള വസ്തുത പലർക്കും അറിഞ്ഞുകൂടാ. ഈ വിഷയത്തെ സംബന്ധിച്ച് ഈ വിഷയത്തിന്റെ എൻ്റെ ചോദ്യത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ കേൾക്കാൻ ഉദ്ദേശിച്ച മറുപടിക്ക് ഉള്ള രീതിയിലുള്ളൊരു മറുപടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ വിഷയത്തിൽ എൻ്റെ ചോദ്യത്തിന്റെ ഉദ്ദേശം മനസ്സിലായിട്ടുണ്ടാവും. കാരണം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നൊരു ഉദ്ദേശം, അനേകം ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് പെന്തക്കോസ്റ്റൽ സഭ ദൈവസഭയാണ്. കത്തോലിക്കര് അവരുടെ സഭ ദൈവസഭയാണെന്ന് വിശ്വസിക്കുന്ന പോലെ തന്നെ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം അബദ്ധധാരണകളിൽ പെട്ട് കിടക്കുന്ന ആളുകൾക്ക് ഇന്ന് അവരുടെ കൺമുമ്പിൽ അവർ കാണുന്നത് എന്തോ പെന്തക്കോസ്റ്റൽ സഭ എന്ന് വിചാരിക്കുന്നത് അത് യാതൊരു പെന്തക്കോസ്റ്റ് സഭയുമല്ല. അത് യഥാർത്ഥ സഭയുടെ ഒരു നിഴലുമല്ല, യഥാർത്ഥ സഭയുടെ ഒരു കണ്ടിന്യൂറ്റിയുമല്ല എന്നുള്ളതാണ് വസ്തുത. ഈ വസ്തുതയെ സംബന്ധിച്ച് ഉള്ള എൻ്റെ ചോദ്യം ബ്രദർ ഗീവറീസിന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു മറുപടിക്കായിട്ട് ഞാൻ ഓവർ ടു ഗീവറീസ്. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന പാനലിലുള്ള എല്ലാ കർത്തദാസന്മാരുമുള്ള നന്ദിയെ ആദ്യം തന്നെ അറിയിക്കുന്നു. എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ, ബന്ദിക്കോസ്റ്റുകാർ അല്ലെങ്കിൽ ബന്ദിക്കോസ്റ്റിൽ പോകുന്നവർ യഥാർത്ഥ ദൈവസഭയിലുള്ളവരോ എന്നുള്ളതാണ് ജോസ് ഫറീസ് പാസ്റ്റർ ചോദിച്ചതിന്റെ ഉള്ളടക്കമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അതെ അതെ. അപ്പോ യെസ്. ഓക്കെ. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവവചനമാണ് പ്രധാനമായിട്ടും നമ്മൾ ഇതിന് മാനദണ്ഡമായിട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ ബന്ദിക്കോസോ അല്ലെങ്കിൽ കത്തോലിക്ക മുതൽ ബന്ദിക്കോസ് വരെയുള്ളതെല്ലാം ഒരു പ്രസ്ഥാനങ്ങൾ മാത്രമാണ് എൻ്റെ അഭിപ്രായത്തിൽ. അപ്പോ ഈ പ്രസ്ഥാനങ്ങളിലൊക്കെ ചെന്ന് ചേരുന്നവർ, ഇപ്പോൾ നമ്മൾ ജനിക്കുന്ന ഒരു സഭയിലായിരിക്കും നമ്മളെല്ലാവരും, അല്ലെങ്കിൽ നമ്മുടെ മാതൃസഭ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ വിട്ടുപോകണമെങ്കിൽ ആ സഭയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു പ്രയാസം ഉണ്ടായി കഴിഞ്ഞപ്പോഴായിരിക്കും നമ്മൾ അങ്ങോട്ട് പോയത്, അല്ലെ? ചിലപ്പോൾ ഒരു രോഗം വന്നു കാണും, അല്ലെങ്കിൽ ഒരു കടഭാരം വന്നു കാണും. ഇങ്ങനെയെല്ലാം വരുമ്പോഴാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? മാതൃസഭ വിട്ടിട്ട് മറ്റ് സഭകളിലേക്ക് ഓടിപ്പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബന്ദിക്കോസ് ആണ് എന്ന് യഥാർത്ഥ സഭയെന്ന് ബന്ദിക്കോസുകാർ വിശ്വസിക്കുന്നു. അപ്പൊ കത്തോലിക്കരെ നോക്കുകയാണെങ്കിൽ അവർ വിശ്വസിക്കുന്നു അതാണ് യഥാർത്ഥ സഭയെന്ന്. പക്ഷേ ഇത് രണ്ടും ദൈവവചനം പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഒരിക്കലും ഇത് രണ്ടും തമ്മിൽ യാതൊരുവിധ സാമ്യങ്ങളും ദൈവവചനമായിട്ട് ഇല്ല എന്നുള്ളതാണ്. എന്റെ മുമ്പ് സംസാരിച്ച പാസ്റ്റർ പറഞ്ഞത് എന്താണ് സഭയെന്ന് അദ്ദേഹം വിശദീകരിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഒരു തലത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബന്ദിക്കോസിൽ ചെല്ലുക എന്ന് പറയുമ്പോൾ എല്ലാം പൂർണ്ണമായി എന്നൊരു ചിന്ത പല ആളുകളുടെയും മനസ്സിലുണ്ട്. അത് എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം കുറെ കാലം അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് നടന്നതുകൊണ്ടും അതിനകത്ത് ചിന്തിച്ചതുകൊണ്ടും.
അപ്പോൾ അതിലെ പല ആളുകളും അതിൽ നിന്ന് വിട്ടോടുന്ന കാഴ്ചയും കണ്ടിട്ടുണ്ട്. കാരണം പല ആളുകളും രോഗം മാറി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും കുറച്ചുനാൾ അതിനകത്ത് ആരാധിക്കുന്നത്, അല്ലെങ്കിൽ സാമ്പത്തിക ഭാരം മാറി, അങ്ങനെയുള്ള ഭൗതിക പ്രശ്നങ്ങൾ മാറി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും പല ആളുകളും അതിനകത്ത് വന്ന് പെട്ടുപോകുന്നത്. പെട്ടുപോയി കുറെ കാലം കഴിയുമ്പോഴത്തേക്കും ഇവരുടെ കയ്യിൽ നിന്ന് ഇവർക്ക് യാതൊരു നേട്ടവുമില്ല. ഇതിനകത്ത് നിന്നിട്ട് ഇവർക്ക് ഇതിന്റെ രഹസ്യങ്ങളും കാര്യങ്ങളും അറിയുമ്പോൾ, ഇവർ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലാവുമ്പോൾ ഇവർ അതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പൊ കെ വി തോമസ് പാസ്റ്റർ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. 42 വർഷം അദ്ദേഹം നിന്നു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം അതിനകത്ത് നിന്നപ്പോൾ അദ്ദേഹത്തിന് മുമ്പ് ആരോ പറഞ്ഞതുപോലെ സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടായിരുന്നായിരിക്കും. കാരണം കുറെ കാലം ആ പ്രസ്ഥാനത്തിലൂടെ നിന്നതുകൊണ്ട് സാമ്പത്തിക ലാഭങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായി കാണും. പിന്നീട് അതിലൂടെ അവജ്ഞ ലഭിച്ചു കാണും. ഇതെല്ലാം ഉണ്ടായിട്ട് ഒരു ഭാഗത്ത് ഉണ്ടായത് കൊണ്ടാവാം അദ്ദേഹം പോയത്. നമ്മൾ അതുപോലെ തന്നെ അമേരിക്കയിലുള്ള ഷിബു പിടിയകൽ പാസ്റ്റർ, അദ്ദേഹമാണ് ആദ്യം പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പോയപ്പോഴാണ് ഭയങ്കരമായ ഒരു വലിയൊരു സംഭവമായിട്ട് അത് മാറിയത്. അദ്ദേഹം പോയി ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറയുന്ന ഒരു സുവിശേഷം തുടങ്ങി. അപ്പൊ അദ്ദേഹം ഓർത്തഡോക്സുകാരെ എന്തോ ഉയർത്തി പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ ബെന്തിക്കോസുകാർ വിമർശിച്ചെന്നും പറഞ്ഞാണ് അദ്ദേഹം ആ പ്രസ്ഥാനത്തിൽ നിന്നും പോയതായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് എന്താണ് ദൈവികരമായിട്ടുള്ള യാതൊരുവിധ ഇതുമില്ല. അവരുടെ ദൈവത്തിന്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഹോവയാണെന്ന് പറയും, യേശു ക്രിസ്തു എന്ന് പറയും. ഇങ്ങനെ പല പേരുകൾ അവർ പറയാറുണ്ട്, ഉന്നയിക്കാറുണ്ട്. ഏക ദൈവമാണെന്ന് ചോദിച്ചാൽ ത്രിയേക ദൈവമാണെന്നാണ് പറയുന്നത്. അപ്പൊ ബൈബിളിന് യാതൊരുവിധ ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. വിശദീകരിക്കാൻ ഒത്തിരി സമയമില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പിടിക്കുകയാണ്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കെ വി തോമസിനെ പോലുള്ള പാസ്റ്റർ 42 വർഷം ഇതിനകത്ത് നിന്നു എന്ന് പറയുമ്പോൾ പല ആളുകളും അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതിനു മുമ്പ് ഇദ്ദേഹം ഇത്രയും വലിയ നിന്ദകളും ഇത്രയും വലിയ പ്രയാസങ്ങളും വന്നിട്ട് ഇതുകൊണ്ട് നേരത്തെ എന്തുകൊണ്ട് പോയില്ല എന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ആരെങ്കിലും ഒക്കെ പോകാനായിട്ട് നോക്കി നിൽക്കുകയായിരുന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രധാനമായിട്ടും ബെന്തിക്കോസുകാരെന്ന് പറയുമ്പോൾ അവർ പുറമേ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. സത്യത്തിൽ അവരെന്താണ്, കുറേയുള്ള ആഭരണങ്ങൾ വരണം, അതുപോലെ വെള്ള ഡ്രസ്സ് ധരിക്കണം, മീശ പഠിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പ്രധാനമായിട്ടും പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പ്രസംഗിക്കുന്ന പ്രസംഗം എപ്പോഴും എന്താണ്, അദ്ദേഹം എല്ലാം തികഞ്ഞ ആളും അദ്ദേഹത്തിന് മുമ്പിൽ കേൾക്കുന്ന ഓഡിയൻസ് എങ്ങനെയായിരിക്കും, അവർ പാപത്തിൽ നിറഞ്ഞവരാണ്, അവരുടെ ഭാഗത്താണ് തെറ്റുകൾ, ഇദ്ദേഹം എന്താണ് 100% കറക്റ്റ് ആണ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ബെന്തിക്കോസ് പ്രസ്ഥാനങ്ങൾക്ക് ഇതൊക്കെ കാരണമാണ് പലപ്പോഴും എന്താണ് ഒന്നും. കാരണം എല്ലാവരും പാപത്തിന്റെ കീഴിലാണെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതിനെ അനുസരിക്കുവാനോ അതിനെ മനസ്സിലാക്കാനോ കഴിയുന്നില്ല. അതിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. ഞങ്ങൾ എല്ലാ പാപത്തിന്റെ കീഴിലാണ്, ഞങ്ങളെ വിടുവിച്ച് തരുമ്പോൾ നാഥനാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഏത് ഇതിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങൾ അപ്പോസ്തലന്മാർ പറയുന്നത് അനുസരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെ പിൻപറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അല്ലെ, 2:38 പറഞ്ഞ സ്നാനം അംഗീകരിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. 28:19 ആ ഒരു കാര്യം 3 ദൈവങ്ങളോ അല്ലെങ്കിൽ 3 വ്യക്തികളുള്ള ദൈവത്തിലായിരിക്കും അവർ കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അതെന്തെങ്കിലും ആകട്ടെ, പക്ഷെ എങ്കിലും പെന്തിക്കോസിലേക്ക് പോകുന്നവർ പലപ്പോഴും അവജ്ഞയോടെ മറങ്ങുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ സഹോദരങ്ങൾ തന്നെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, ഒരു പാസ്റ്റർ കീഴിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കീഴിലോ നിൽക്കാനൊക്കത്തില്ല, കാരണം അവർ വളർത്തുകയില്ല എന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ പറയുന്ന ഇൻഡിപെൻഡന്റ് ചർച്ചകളിലേക്കൊക്കെ പലരും മാറിപ്പോയതിന് കാരണം അതാണ്. കാരണം അവർ സ്വന്തമായിട്ടൊരു ശുശ്രൂഷ തുടങ്ങാനും കാരണം അതുകൊണ്ടാണ്. കാരണം ചിലപ്പോൾ രോഗം വന്നപ്പോൾ ചിലപ്പോൾ അപ്പസ്ഥാനം സഹായിച്ചു കാണില്ല, അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടായി. പിന്നെ ഇവിടെ നിൽക്കുന്നവർക്കെന്ന് പറഞ്ഞാൽ ശമ്പളവും കാര്യങ്ങളും ഒക്കെ വളരെ കുറവാണ്. കാരണം സുവിശേഷ വേല അപ്പം ഫുൾ ടൈം ഗോസ്പൽ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം അപ്പോസ്തലനെ പൗലോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കൂടാരപ്പണി ചെയ്തുകൊണ്ടാണ് താൻ തന്റെ സുവിശേഷ വേലകൾ നിവർത്തിച്ചിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പം വീട്ടിലെ കാര്യങ്ങളോടെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യണം, സഭയെ നയിക്കുവാനായിട്ട് വരാനുള്ളത്. അപ്പൊ അതുപോലും നയിക്കാതെയാണ് പല ആളുകളും, പല പാസ്റ്റർമാരുടെ വീടുകളിലും പട്ടിണികളുണ്ട്. കാരണം അവരൊന്നും കഴിക്കുന്ന പോലുമില്ല. പഴയ ബെന്തിക്കോസുകാരുടെ ചരിത്രങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ പല ആളുകളും അവരുടെ മക്കൾ പോലും പട്ടിണി കൊണ്ട് മരിച്ച കഥകൾ പോലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബെന്തിക്കോസിന്റെ പ്രസ്ഥാനത്തിന്റെ തകർച്ചയ്ക്ക് കാരണം അവർ തന്നെയാണ്. അവർക്ക് എന്താ പറയുക, ഒരു ഐക്യമില്ല. കാരണം ഒരാളെ പ്രസംഗിക്കുമ്പോൾ ഒന്നുകിൽ എന്താണ്, അയാൾ പറയുന്ന വചനവിരുദ്ധമാണെന്ന് മറ്റൊരാൾ അവിടെ നിന്ന് വീഡിയോ ചെയ്യും. ഇപ്പുറത്ത് വേറൊരാൾ വന്നിട്ട് വേറൊരു രീതിയിൽ പറയാ, അവൻ പറഞ്ഞ വചനവിരുദ്ധം കേട്ടോ,
എന്ന് പറയുവാനാണ് ഇവർക്ക് കൂടുതലായി താല്പര്യം എന്ന് പറയുന്നത്. കാരണം അവൻ പറഞ്ഞു തെറ്റാണ്, അവൻ അംഗീകരിക്കാൻ പറ്റുകയില്ല, അവന് വളർത്തിക്കൊണ്ട് വരാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ അതിനിടയ്ക്ക് നടക്കുന്ന ഇലക്ഷന് കാര്യങ്ങൾ, ഇതൊക്കെ എന്തിനാണ് ഈ ഇലക്ഷനൊക്കെ നടത്തുന്നത്? ഇതൊന്നും ദൈവവചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ്. ഒരു പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റെ നേതാവിനെ തിരഞ്ഞെടുക്കാൻ ഇലക്ഷൻ നടത്തുക, ഇങ്ങനെ പല കാര്യങ്ങളും അതിനകത്തുണ്ട്. പെന്തിക്കോസ് എന്ന് പറയുമ്പോൾ IPC ഉണ്ട്, ഷാരോൺ ഉണ്ട്, അസംബ്ലീസ് ഓഫ് ഗോഡ് ഉണ്ട്, TPM ഉണ്ട്, CPM ഉണ്ട്, അങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. പക്ഷെ ഇവരിലൊന്നും എന്താണ്? ക്രിസ്തുവിന്റെ ആത്മാവില്ല. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തിടത്തോളം കാലം ഇവർ എന്ത് പ്രവർത്തിച്ചെന്ന് പറഞ്ഞാലും യാതൊരു പ്രയോജനങ്ങളുമില്ല. ക്രിസ്തുവിന്റെ ആത്മാവുള്ളവർ എന്ത് ചെയ്യും? എല്ലാവരും സ്നേഹിക്കും, എല്ലാവരും സഹായിക്കും, അങ്ങനെയുള്ള ഒരു മുൻഗണന വരും. ഇപ്പൊ ഞാൻ എന്റെ വീഡിയോയിൽ തന്നെ പരാമർശിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു കല്യാണത്തിന് ഞാൻ പറയും ആഭരണം ധരിക്കുന്നവരാണ്, പ്രത്യേകിച്ചും ചോദിക്കുന്ന ഒരു ചോദ്യം, ആഭരണം ധരിക്കുന്നവരാണ് ഞങ്ങൾക്ക് വേണ്ട. കാരണം എന്നാ? അവർ വിചാരം ആഭരണം ധരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകത്തില്ല. ഇങ്ങനെയുള്ള ചിന്താഗതികൾ അവർക്കുണ്ട്. കാരണം കർത്തൃമേശ എടുപ്പിക്കത്തില്ല. അനീഷ് കവാലും പാസ്റ്ററൊക്കെ ചർച്ച ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭരണം ഉപയോഗിക്കുന്നവർ കർത്തൃമേശ എടുക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര കഠിനമായ നിയമങ്ങളുണ്ട്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് മാതൃസഭയിൽ നിന്ന്, ഇപ്പോൾ ഓർത്തഡോക്സിൽ നിന്നോ യാക്കോബയിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടുന്നേലും വരുന്നവരൊക്കെ പെട്ടെന്നൊന്നും അവർക്ക് ഊരാൻ പറ്റുകയില്ല. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല. അപ്പം ദീർഘസമയമായി എന്ന് എനിക്ക് തോന്നുന്നു. കാര്യങ്ങൾ എല്ലാവർക്കും പിടികിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ഈ അവസരം നിന്ന് എല്ലാവരോടും നന്ദി ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മിസ്റ്റർ ഗീവറീസ് ഉന്നയിച്ച കാര്യങ്ങൾ പെന്റക്കോസ്റ്റിൽ നമുക്ക് 100% സത്യമായ ഒരു കാര്യമാണ് നമുക്കറിയാം. ഈ കേരളത്തിലാണ് നമുക്കറിയാം പെന്റക്കോസ്റ്റിന്റെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പെന്റക്കോസ്റ്റ് ആരംഭിക്കപ്പെട്ടത്. ഏതൊരു കാര്യവും നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളമാണ് അതിന്റെ പയനിയർ. ഇവിടുന്നാണ് എല്ലായിടത്തേക്കും പോകുന്നത്. ഇവിടുന്ന് അതിവിശുദ്ധന്മാരുടെ ഗണത്തിൽപ്പെട്ട് ചേന ചെത്തിയ പോലെ മുഖം മൊത്തം ക്ലീൻ ചെയ്ത് കറുത്ത പാന്റും വെളുത്ത ഫുൾ കൈ ഷർട്ട് വിട്ട് ഇരിക്കുന്നവര് വടക്കേ ഇന്ത്യയിലേക്ക് പ്രവർത്തിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിന് വെളിയിൽ പ്രവർത്തിക്കാൻ പോകുമ്പോൾ ഈ അതിവിശുദ്ധിയൊന്നുമില്ല. അവിടെ വരുന്നവർ ആഭരണം ധരിച്ചാലും അവര് എന്താ പറയുക, മുഖം മിനുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്താലും ഇവർ കണ്ടില്ലെന്ന് നടിക്കുകയുള്ളൂ. അത് ഇവിടെയുള്ള എന്താ പറയാ മെയിൻ സ്ട്രീം പെന്റക്കോസ്റ്റൽ സഭകളുടെ തന്നെ IPC ആയാലും ഷാരോൺ ആയാലും AG ആയാലും WME ആയാലും ബൈബിൾ ആയാലും ഇവർക്ക് കേരളം വിട്ട് കഴിയുമ്പോഴേക്കും വിശുദ്ധിയുടെ മാനദണ്ഡം മാറുകയാണ്. വിശുദ്ധിയുടെ മാനദണ്ഡം ആഫ്റ്റർ ഓൾ നമ്മൾക്ക് മനസ്സിലാക്കിയിടത്തോളം വിശുദ്ധിയല്ല പ്രശ്നം, ഉപജീവനമാണ്, അല്ലെങ്കിൽ ജോലിയാണ്, തൊഴിലാണ്. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ 1-2 പ്രാവശ്യം പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ കത്തോലിക്ക സഭ വിടുമ്പോൾ പെന്റക്കോസ്റ്റൽ സഭ സത്യമായ സഭ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിടുന്നത്. പക്ഷേ ഞാനൊരു സ്റ്റുഡന്റ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ. ഞാൻ മാത്രമല്ല, ഞങ്ങളൊരു ഗ്രൂപ്പാണ്, ഒരു 10-40 പേരാണ് ഒരുമിച്ച് കാത്തലിക് ചർച്ച് വിടുന്നത്. അപ്പൊ ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ 3 നഗരങ്ങൾ, 3 സ്ഥലങ്ങളിൽ നിന്ന് ഒരുമിച്ച് 3-4 ഇടവകളിൽ നിന്ന് കത്തോലിക്ക സഭ വിട്ടത് അതിനു മുമ്പുണ്ടായ ഒരു പ്രയർ മൂവ്മെന്റിൽ ഒരുമിച്ച് കൂടിയത് ഒരു പേരില്ല. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങള് അതത് സ്ഥലങ്ങളിൽ കത്തോലിക്ക സഭ വിട്ടതിന് ശേഷം പോയിക്കൊണ്ടിരുന്നത്, ഒരാഴ്ച IPCയിൽ പോയാൽ അടുത്ത ആഴ്ച ഞങ്ങൾ AGയിൽ പോകുള്ളൂ. അതിന്റെ അടുത്ത ആഴ്ച നമ്മൾ അന്ന് ബിലീവേഴ്സ് ചർച്ച് ഉണ്ട്, ബിലീവേഴ്സ് ചർച്ചിൽ പോകും. അതിന്റെ അടുത്ത ആഴ്ച നമ്മൾ പോകുന്നത് ന്യൂ ഇന്ത്യ ചർച്ചിലായിരിക്കും. അങ്ങനെ ഒരു 5 ആഴ്ചകൾ നമ്മൾ റൊട്ടേഷൻ വെച്ചിട്ട് 6ാമത്തെ ആഴ്ചയായിരിക്കും പിന്നെ അവിടേക്ക് വരുന്നത്. അപ്പൊ ഈ 6 ആഴ്ചകളിലും ഇവര് വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇവര് നമ്മളോട് നിൽക്കും. അപ്പൊ നമുക്ക് വലിയ സ്വീകാര്യതയൊക്കെയാണ് അവരെല്ലാവരും വരുമ്പോഴത്തേക്കും. കാരണം 5-10 ആളുകളുള്ള സഭയിലേക്ക് 10-12 ആളുകൾ ചെറുപ്പക്കാര്. സാമാന്യം അന്നത്തെ കാലഘട്ടത്തിൽ കത്തോലിക്ക സഭയിലൊക്കെയുള്ള അത്യാവശ്യം ഇവര് നമ്മളെ ഒന്ന് ഗ്രേഡ് ചെയ്യുമല്ലോ, ഇവർ വന്നാൽ കൊള്ളാമായിരുന്നു തോന്നുന്ന ആളുകളാണ് ചെല്ലുന്നത്. അപ്പൊ അവരെല്ലാം വലിയ പ്രതീക്ഷയോടെ നോക്കിയിരുന്നു. കാരണം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഒരു പഠനത്തിലാണ്, ഞങ്ങള് എന്താണ് ദൈവവചനത്തിലുള്ള സഭ എന്നുള്ളത് സംബന്ധിച്ചൊരു പഠനത്തിലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളടുത്ത് സ്ഥിരമായി വരാത്തത് എന്ന് പറഞ്ഞു. പിന്നീട് അവര് സ്ഥിരമായി വരാത്തതിന്റെ കാരണങ്ങൾ അന്വേഷിച്ച് അവരുടെ ആളുകളെ നിയോഗിച്ച് നമ്മുടെ അടുക്കിലേക്കൊക്കെ അയച്ചപ്പോ നമ്മൾ ആരുടെയും കൂടെ ഇല്ല, സ്വയമായി നിന്ന് ദൈവവചനം പഠിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും
സന്തോഷമായി. കാരണം എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേറൊരുത്തരോട് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇവിടെ വന്ന് അവിടെ കിട്ടിയില്ല, മറ്റിടത്തേക്കാ കിട്ടിയെങ്കിൽ അവർക്ക് പ്രയാസമാവും. അപ്പം അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഞങ്ങൾ കടന്നത്. അപ്പൊ അന്ന് എന്റെ ഉള്ളിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ദാഹം ഏകദൈവ വിശ്വാസമുള്ള ഒരു സഭ, എവിടെയെങ്കിലും ഒരു ഏകദൈവ വിശ്വാസമുള്ള പെന്തക്കോസ്തൽ സഭ ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും ഞാൻ അതിൽ പെട്ടുപോയേനെ. പക്ഷെ എന്റെ അറിവിൽ ആ കാലത്ത് അങ്ങനെ ഒരു സാധനം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നീട് നമുക്ക് ആ ഏകദൈവ വിശ്വാസം സംബന്ധിച്ച് തൃപ്തിപ്പെടുത്തുന്ന ആശയങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. ഞാനിത് ഇന്ന് പറയാനുള്ളൊരു കാര്യം, എന്റെ ചോദ്യം ബ്രദർ ഗീവറീസിനോട് ചോദിച്ച കാര്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിന്റെ ഉത്തരവും അദ്ദേഹം നൽകുകയുണ്ടായി. എന്നാൽ ഈ പ്രസക്തമായ ചോദ്യം ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. നമ്മൾ ഇന്ന് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ജനത്തിന് മുമ്പിൽ, നമ്മുടെ ഓഡിയൻസിന് മുമ്പിൽ, അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇത് കേൾക്കുന്ന ഓഡിയൻസിന്റെ മുമ്പിൽ അവരുടെ തെറ്റിദ്ധാരണ മാറണം. കാരണം പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ദൈവസഭയല്ല. എന്തുകൊണ്ട് പെന്തക്കോസ്റ്റൽ സഭകൾ, പ്രസ്ഥാനങ്ങൾ ദൈവസഭയല്ല? അത് കേവലം മറ്റ് സംഘടനകളെ പോലുള്ള ഒരു സംഘടന മാത്രമാണ്. വളരെ കഠിനമായ നിയമങ്ങളുള്ള, ഉപദേശങ്ങളുടെ പേരിൽ അന്ന് യേശു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പരീശന്മാരുടെ മൈൻഡ് സെറ്റ് ഉള്ള, തങ്ങളെ തന്നെ വലിയ വിശുദ്ധന്മാരായി എണ്ണുകയും യാതൊരുവിധ വിശുദ്ധിയോ ഒന്നുമില്ലാതെ ജനത്തെ പിഴിഞ്ഞ് അവരുടെ എന്താ പറയാ, അവരെ കൊണ്ട് കഷ്ടപ്പെടുത്തുകയും ഒരു ചെരുവിരൽ കൊണ്ട് അണക്കി അവരെ സഹായിക്കുകയും ചെയ്യാത്ത ഒരു പരീശത്വ മനസ്സുള്ള ഒരു പ്രസ്ഥാനമായി ഇന്ന് പെന്തക്കോസ്തൽ അധപ്പതിച്ചു. എന്തുകൊണ്ട് ഇന്ന് ജനങ്ങൾ അതിനകത്ത് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എവിടെയും ദൈവവചനത്തെക്കുറിച്ച് യാതൊരു കാര്യവും സംസാരിക്കുന്നില്ല. ഏതെങ്കിലും ഒരു സഭയിലുള്ള ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോൾ ഒരു അത്ഭുതം നടക്കുന്നു, അല്ലെങ്കിൽ ഒരു വിടുതൽ ഉണ്ടാകുന്നു. ആ വിടുതലിനെ മുൻനിർത്തി അത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ വിടുതൽ ശുശ്രൂഷകളും തുടർമാനമായി ആവശ്യം വരുന്ന ഒരു പ്രസ്ഥാനമായി മാറി. ഇവിടെ പോയാൽ വിടുതൽ ഉണ്ടാകും, ഭൗതികമായ കാര്യങ്ങൾക്ക് നേട്ടം ഉണ്ടാകും. എറ്റേണിറ്റിയെ സംബന്ധിച്ച് ഒരു അഷ്വറൻസ് ഈ സഭകൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നിർഭാഗ്യകരമായ ഒരു സത്യം. ഇതാണ് ആക്ച്വലി നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. അല്ല കെ ബി തോമസോ സജിത്ത് കണ്ണൂരോ അല്ലെങ്കിൽ ഈ ഷിബു പീഡിയക്കലോ സഭ വിട്ടുപോയി, അതുപോലെ ഇനിയും ആളുകൾ വിട്ടുപോകും. ഇവരാരെങ്കിലും വിട്ടുപോയി അവർ മടങ്ങി വന്നത് അപ്പസ്തോലിക ഉപദേശത്തിലേക്ക് ആയിരുന്നുവെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഇവർ വിട്ടുപോകുന്നതിന് അടിസ്ഥാനമുണ്ടെന്നുള്ളവര്. ഇപ്പൊ എന്റെ ഈ ഇന്ന് ബ്രദർ വിൽസനോടുള്ള ചോദ്യം, ഞാൻ എന്റെ ഒരു ഒബ്സർവേഷനിൽ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും സംഭവിക്കുന്ന ഒരു അപജയമുണ്ട്, ഒരു വീഴ്ചയുണ്ട്. അത് എപ്പോഴും നമുക്കറിയാം. ഒരു ജനറേഷൻ ടു ജനറേഷനിലേക്ക് പോകുമ്പോൾ ഒരു എന്ത് ചെയ്യും, നമ്മളിത് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് വളരെ എന്താ പറയാ, വളരെ പ്രധാനപ്പെട്ട കോറായിട്ടുള്ള പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകും. ഉദാഹരണത്തിന് അപ്പസ്തോലന്മാര് പ്രസംഗിച്ചതിന് ശേഷം നമുക്കറിയാം, ആ കാലഘട്ടങ്ങളിൽ തന്നെ പൗലോസ് പറഞ്ഞിരുന്നു, പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം വായിക്കുന്നത്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും. ആട്ടിൻകൂട്ടക്കാരാണ് ദൈവസഭയെ. അപ്പൊ ദൈവസഭയെ ആദരിക്കാതെ, ദൈവജനത്തെ ആദരിക്കാതെ, അവിടെ ദൈവത്തിന്റെ സഭയെ മേയ്പ്പാൻ അധ്യക്ഷരാക്കി വെച്ചിരിക്കുന്നവരിപ്പം അത് ദൈവത്തിന്റെ സഭയാണെന്നും ആ സഭാജനത്തെ ആത്മീയമായി വളർത്താൻ വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണെന്നും നിങ്ങൾ അറിഞ്ഞ് അവരെ പോഷിപ്പിക്കണമെന്നും പിന്നാലെ കുറെ നാൾ കഴിയുമ്പോഴേക്കും വിപരീത ഉപദേശങ്ങൾ ഇതിനുള്ളിലേക്ക് കടന്നു വരുമെന്നും അതിനെ മനസ്സിലാക്കാൻ കഴിയുന്ന തലത്തിലേക്ക് ആത്മനിറവുള്ളവരായിരിക്കണമെന്നും, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വലിയൊരു ഗാർഡിയനായിട്ട് അല്ലെങ്കിൽ ഒരു സംരക്ഷകനായിട്ട് നിൽക്കണമെന്നുള്ള ആഹ്വാനം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇത് പെന്തക്കോസ്റ്റൽ സഭയിലേക്ക് വരുമ്പോൾ കാണുന്നില്ല. അവർക്ക് ഈ പറഞ്ഞ പോലെ മോണിറ്ററി ബെനിഫിറ്റേ ഉള്ളൂ. തങ്ങൾ ഇരിക്കുന്ന സഭയിൽ അത്യാവശ്യം പച്ച പിടിച്ച് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ നിലനിർത്തണമെന്നായിരിക്കും ആഗ്രഹം. പക്ഷേ അവരുടെ അധികാരികൾ സമ്മതിക്കത്തില്ല. കാരണം അധികാരികളിൽ ഇവിടെ വേറെ ചില ആളുകളെ അപ്പോയിന്റ്മെന്റ് ഓൾറെഡി ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്തു വെച്ചേക്കാം. അപ്പൊ നമുക്കിന്ന് പറയാനുള്ളത്, ഞാൻ ബ്രദർ വിൽസനോട് ചോദിക്കുന്നത്, നമ്മൾ കൊടുക്കാനുള്ള സന്ദേശം എന്തുകൊണ്ട് പെന്തക്കോസ്റ്റൽ സഭ ദൈവസഭയല്ല? ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളെ സംബന്ധിച്ച് എന്തായിരിക്കണം ദൈവസഭ? നമ്മൾ പോകുന്ന സഭ ദൈവസഭയാണോ അല്ലെങ്കിൽ ദൈവസഭയല്ലയോ എന്നറിയാൻ അപ്പോസ്തലന്മാരായ പൗലോസ് തന്നെ പറഞ്ഞിരിക്കുന്നത് എല്ലാത്തിനെയും പരിശോധന ചെയ്ത് നല്ലതിനെ മുറുകെ പിടിക്കണം. ഇവിടെ പരിശോധനയൊന്നുമില്ല, കാണുന്നതിനെ മുറുകെ പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. നമുക്ക് ഇന്നത് അവിടെ എത്തിച്ച് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ കെ വി തോമസോ അല്ലെങ്കിൽ ഇതുപോലെ
പെന്തക്കോസ്റ്റൽ സഭയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരിടത്ത് നിന്ന് എങ്ങോട്ടോ ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഒരു മാറ്റം, ഒരു ചേഞ്ച് നടക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചൊരു വിഷയമല്ല. കാരണം നമ്മൾ ഈ ഒരു വലിയ സംവിധാനങ്ങളുടെ ഭാഗമായിരിക്കാൻ ഒരിക്കലും ആഗ്രഹിച്ചവരല്ല. നമ്മൾ ആകാമായിരുന്നെങ്കിൽ വലിയ സ്വീകാര്യത കിട്ടാമായിരുന്ന ആളുകളാണ് നമുക്ക്. ഏതെങ്കിലും ഒരു സഭയിലേക്ക് പോയിരുന്നെങ്കിൽ വലിയ സ്വീകാര്യത കിട്ടുമായിരുന്നു. പക്ഷെ നമ്മൾ ഇന്നും ഈ ചെറിയ കൂട്ടമായിട്ട് നിൽക്കുന്നത് ദൈവം നമ്മുടെ ഉള്ളിൽ കത്തിച്ചിട്ടുള്ളൊരു തീയുണ്ട്. സത്യത്തിന് വേണ്ടിയുള്ള ഒരു വലിയൊരു ദാഹമുണ്ട്. ആ ദാഹമാണ് നമ്മെ നിലനിർത്തിയിരിക്കുന്നത്. ഇതില്ലാത്ത വലിയൊരു സമൂഹമാണ് ഇന്ന് ഇത്തരം ആശയങ്ങളില്ലാതെ കേവലം ഫ്രണ്ടിൽ കാണുന്ന ചില ബിംബങ്ങളെ, മനുഷ്യബിംബങ്ങളെ, അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ചില പ്രയോറിറ്റീസിനെ മാത്രം മുൻനിർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ബ്രദർ വിൽസന്റെ അനുഭവത്തിൽ നിന്നും സംസാരിച്ചിട്ട് അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഓൾറെഡി 1 hour പിന്നിട്ട് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ ജോസ്. ഈ ഒരു കാര്യത്തെ പറ്റി പറയാൻ വേണ്ടി നമുക്ക് പറയാനുള്ളത്, ഈ ലീഡേഴ്സിനെ നോക്കി വരുന്ന ചില അനുയായികൾ, ലീഡേഴ്സ് നല്ലതാണ്, അവരെ പിന്തുടരുന്ന അനുയായികൾ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പം അവർ തെറ്റിപ്പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമ്മൾ ബൈബിൾ നോക്കുമ്പോൾ പുതിയ നിയമസഭയായാലും പഴയ നിയമസഭയായാലും തെറ്റിപ്പോയത് ഒരേ കാര്യത്തിലാണ്. പഴയ നിയമസഭയിൽ നമ്മൾ കാണുന്നു, മോശയെ കർത്താവായ ദൈവം ഒരുക്കുകയും പ്രമാണങ്ങളെ പറഞ്ഞു കൊടുക്കുകയും ചട്ടങ്ങളും പ്രമാണങ്ങളും എങ്ങനെ പാലിക്കണം എന്നുള്ള ഉപദേശങ്ങൾ കൊടുത്തു വിടുകയും ചെയ്യുമ്പോൾ, അവിടെ സംഖ്യാപുസ്തകത്തിൽ നമ്മൾ കാണുന്നു, അവിടെ മോശയുമായിട്ട് മല്ലിടുന്ന ആൾക്കാർ, അവർക്ക് വന്ന അന്ത്യം നമ്മൾ കാണുന്നു. അവർ ഭൂമി തുറന്ന് പാതാളത്തിലേക്ക് വീഴ്ച അവർ നശിക്കപ്പെടുന്നു എന്ന് കാണുന്നു. രണ്ടാമത്തെ സഭയ്ക്കും വന്ന തെറ്റ് അത് തന്നെയാണ്. പരിശുദ്ധാത്മാവ് ലഭിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരുക്കം മലയിൽ ലഭിച്ച് പ്രമാണം മാത്രമല്ല അതിന്റെ ഉപദേശം കൂടെ ലഭിച്ച അപ്പോസ്തോലന്മാര് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ ആ ശരിയായ പ്രമാണങ്ങളെ എങ്ങനെ പാലിക്കണമെന്നും അതിന്റെ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്ത അപ്പോസ്തോലന്മാരെ തള്ളി വന്ന നേതാക്കന്മാരാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന കെ വി തോമസ് ഉൾപ്പെടെ പല ആൾക്കാരും. ഇന്ന് അവർ പറയുന്നത് അവർ പഴയ മാതൃസഭയിലേക്ക് കടന്നു പോകുന്നു. എന്തുകൊണ്ട് കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഇവിടെ പരിഗണന ലഭിച്ചില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അല്ലാതെ ഈ സഭ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തോലന്മാരിൽ കൂടെ വന്ന ആ ഉപദേശത്തെ പാലിക്കുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ഈ പഴയ സഭ അല്ലെങ്കിൽ ഈ എപ്പിസ്കോപ്പൽ സഭ അത് പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള അടിസ്ഥാനത്തിലല്ല. ഇതിനെല്ലാം അടിസ്ഥാനപരമായ ഒരു കാരണം ഞാൻ ഇന്ന് കാണുന്നത് മിസ്റ്റർ മോദി പവറിൽ വന്നത് കൊണ്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 70-80കളിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ഗവൺമെന്റ് ആണെന്ന് തോന്നുന്നു, കൂടുതലും ഇവിടെ പലതരമായ സ്ഥാപനങ്ങൾ, അങ്ങനത്തെ ഈ NGO സ്ഥാപിക്കാൻ വേണ്ടി വളരെ ഓപ്പൺ ആയിട്ട് ഇവർക്ക് അനുവാദം കൊടുക്കുകയും അങ്ങനെ അതിൽ കൂടുതൽ കാശുണ്ടാക്കാം എന്ന് വിചാരിച്ച് ഇവർ ഈ സ്ഥാപനങ്ങളിലേക്ക് വരികയും ഈ സ്ഥാപനങ്ങളിൽ നിന്നും ഇവർക്ക് നല്ല സാമ്പത്തിക നേട്ടം ഉണ്ടാകുകയും ചെയ്തു. പക്ഷെ ഈയിടെയായിട്ട് നമ്മൾ കാണുന്ന ആ NGOസിനെ എല്ലാം വിലക്ക് വരുന്നു. അവിടെ വരുന്ന പണം അമേരിക്കയിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരുന്ന പണത്തിന് ഇപ്പം ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവര് ആൾക്കൂട്ടം കൂടുതലുള്ള പഴയ എപ്പിസ്കോപ്പൽ സഭയിലേക്ക് കടന്നു പോകുന്നു. അപ്പോൾ ഇവരെ പിന്തുടരുന്ന ആൾക്കാർക്ക് വരുവാൻ പോകുന്ന വീഴ്ച അത് വലുതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വിശ്വസിച്ച് പെന്തക്കോസ്ത് മൂവ്മെന്റിന്റെ ഭാഗമായി തീരുന്നു എന്ന് വിചാരിച്ച് കടന്നു വന്നതും, ഉപദേശം നോക്കാതെ അവർ പഠിപ്പിക്കുന്ന ഉപദേശം അപ്പോസ്തോലിക ഉപദേശമാണോ എന്ന് ക്രമപ്പെടുത്താതെ വന്നവരും, അവരുടെ പുതിയ ജനറേഷൻ നമുക്കറിയാം. ഈവൻ നമ്മളുടെ പുതിയ ജനറേഷൻ പോലും ചിലപ്പോൾ നമ്മുടെ ആ ഒരു ഉപദേശം സ്വീകരിക്കണം എന്നില്ല. അപ്പോൾ ഇൻഡിവിജ്വലി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കർത്താവിൽ
ആ ഒരു ദാഹം ഉണ്ടെങ്കിൽ, കർത്താവിന്റെ പ്രമാണങ്ങളെയും ചട്ടങ്ങളെയും ശരിയായി അറിയണമെന്ന് നമുക്കുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് കണ്ടെത്തണം. ശരിയായ അപ്പോസ്തോലിക വിശ്വാസം എന്താണ്, അതിന്റെ പ്രമാണങ്ങൾ എന്താണ്, അതിന്റെ ചട്ടങ്ങൾ എന്താണ്, എന്തുകൊണ്ട് അപ്പോസ്തോലന്മാർ സംസാരിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ പല ഉപമകളും പല പ്രമാണങ്ങളും അതിന്റെ ശരിയായ അർത്ഥം പരിശുദ്ധാത്മാവിൽ കൂടെ മാത്രം വരുന്നു എന്നും ആ ഒരു പെന്തക്കോസ് ദിനത്തിന്റെ ആ ശരിയായ ആ ഒരു അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടും ആ അനുഭവത്തിലേക്ക് കടന്നു വരിക എന്നുള്ളത് ഓരോ വിശ്വാസിക്കും അവർ ഇൻഡിവിജ്വലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നേതാക്കന്മാരെ പിന്തുടരുന്നവര് തെറ്റിപ്പോകും. ഇന്ന് കെ വി തോമസ് തെറ്റിപ്പോയി പെന്തക്കോസിൽ വന്നത് എന്ന് അദ്ദേഹത്തിന് ചില അധികാരങ്ങൾ കിട്ടാത്തത് കൊണ്ട് പുതിയ അധികാരങ്ങളെ തേടി അദ്ദേഹം പഴയ തന്റെ എപ്പിസ്കോപ്പൽ സഭയിലേക്ക് കടന്നു പോകുമ്പോൾ അവരുടെ പുറമെ ഈ വിശ്വാസത്തിലേക്ക് വന്ന പല വിശ്വാസികളും തെറ്റിപ്പോയി എന്നുള്ള കാര്യമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ശരിയായ വിശ്വാസത്തിലേക്ക് കടന്നു പോകുക, അടിസ്ഥാനത്തിലേക്ക് കടന്നു പോകുക. അടിസ്ഥാനമില്ലാത്തവരാണ് ഇങ്ങനെ ഭവനം വിട്ട് ഇറങ്ങി വരേണ്ട ഒരു അനുഭവം അവർക്കുണ്ടാകുന്നത്. അവർ അടിസ്ഥാനം ശരിയായിരുന്നെങ്കിൽ ഒരിക്കലും അവർക്ക് വിട്ടിട്ട് പോകേണ്ട ആവശ്യം വരുത്തില്ലായിരുന്നു. ഇതാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. സമയം വളരെ കടന്നിരിക്കുന്നു. ഞാൻ ഇവിടെ ചുരുക്കുകയാണ്. താങ്ക് യു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല സമയമാണ് നമുക്ക് ലഭിച്ചത്. നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഏതാണ്ട് അവതരിപ്പിച്ച് കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കറിയാം കെ വി തോമസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാള് പെന്തക്കോസ്തൽ വിട്ടുപോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആരോപിക്കാൻ കഴിയുന്നത് അവരുടെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു പുരോഗതി അവിടെ ഇല്ലാത്തതുകൊണ്ടാണെന്നുള്ള. നമ്മൾ പറയാൻ ആഗ്രഹിച്ചത് അവിടെ സാമ്പത്തിക നേട്ടം ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, യഥാർത്ഥ സഭ ഏതാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് നമ്മൾ പരിശ്രമിച്ചത്. യഥാർത്ഥ സഭ അപ്പസ്തോലികമാണ്. അതിന്റെ അടിസ്ഥാനം ആരംഭിക്കപ്പെട്ടത് യെരുസലേമിലാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പെന്തക്കോസ്ത് നാളിൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ യോവേൽസ് പ്രവാചകനിലൂടെ അരുളി ചെയ്യപ്പെട്ട വചനത്തിന്റെ നിവൃത്തിയോടുകൂടി ആരംഭിക്കപ്പെട്ട യഥാർത്ഥ സത്യസഭ അത് ഇന്ന് കാണുന്ന പെന്തക്കോസ്റ്റൽ സഭകളല്ല, ഒരു എപ്പിസ്കോപ്പൽ സഭയുമല്ല, ഒരു ബ്രദറനും ബാപ്റ്റിസ്റ്റുമല്ല. യഥാർത്ഥ സത്യസഭ ക്രിസ്ത്യാനികളുടെ കൂട്ടായ്മയാണ്. അതിന്റെ അടിസ്ഥാനം മാനുഷിക ഉപദേശങ്ങളല്ല, അതിന്റെ നേതാക്കന്മാര് മനുഷ്യരല്ല, പരിശുദ്ധാത്മാവാണ്. അപ്പം ഞങ്ങളെ കേൾക്കുന്നവരോട് പറയുവാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും പെന്തക്കോസ്റ്റൽ സഭാ വിഭാഗത്തിൽ പോകുന്നതായിക്കോട്ടെ, അത് സംഘടിതമാകട്ടെ അസംഘടിതമാകട്ടെ ഇൻഡിപെൻഡന്റ് ആകട്ടെ, നിങ്ങൾ തിരുവെഴുത്തുകൾ പരിശോധിക്കണം. നിങ്ങൾ പോകുന്ന സഭ 1-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ യഥാർത്ഥ സഭയെ സംബന്ധിച്ച് അപ്പസ്തോല പ്രവൃത്തിയിൽ കാണിക്കപ്പെട്ടിട്ടുള്ള സഭയുടെ ഉപദേശങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളും സ്നാനവും രക്ഷയുള്ള ഉപദേശവും നിങ്ങളുടെ സഭകളിൽ ഉണ്ടോ, അത് നിങ്ങളുടെ മുമ്പിൽ മറച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഞങ്ങളുടെ കേൾവിക്കാർ പരിശോധിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങളുടെ മുമ്പാകെ ഒരു വിഷയവുമായി ചില നാളുകൾക്ക് ശേഷം ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ പാനലിൽ നിങ്ങളുമായി ഒരു ആശയം പങ്കുവെക്കുവാൻ ഒരു സമയം ഞങ്ങൾക്ക് ദൈവം തന്നുപോർത്ത് ഞങ്ങൾ ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. ഈ പാനലിസ്റ്റിൽ കടന്നു വന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാരെ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വീഡിയോ നിങ്ങൾ താല്പര്യപൂർവ്വം കേൾക്കുകയും ഇത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചുകൊണ്ട് ഈ ശരിയായ ദൗത്യത്തിന്റെ ഭാഗമാകുവാൻ നിങ്ങളെ ദൈവം ഒരുക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞങ്ങളോട് അവസാനിപ്പിക്കുകയാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.